നിറങ്ങൾ അല്ലെങ്കിൽ കളറുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മുടെ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്നത് അല്ലേ. നമുക്കിവിടെ ഈ പ്രൈമറി കളർ, സെക്കൻഡറി കളർ, അതുപോലെ തന്നെ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റിന്റെ നിറം, ഒപ്പാക്ക് ഒബ്ജക്റ്റിന്റെ നിറം, അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ വിഷനിലെ ഡിഫക്റ്റ്, ഇത് രണ്ടുമാണ് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒറ്റ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് ഈ ഒരു ക്ലാസ് കണ്ടിട്ട് പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഒരു നല്ല റിവിഷൻ ആയിരിക്കും. ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ ക്ലാസ് മാക്സിമം ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ആദ്യം ഒന്ന് ഫുൾ ഓടിച്ചു നോക്കാം. കാരണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് പറഞ്ഞെങ്കിലും നമ്മുടെ ഭാഗ്യദോഷത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, മറ്റേ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം ആയിരിക്കാം ഫൈനൽ എക്സാമിന് വരാൻ പോകുന്നത്. നമ്മൾ അതിനൊന്നും ഒരു ചാൻസ് കൊടുക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ടോപ്പിക്കും ഒന്ന് ഓടിച്ചു നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ പഠിച്ചത് ഡിസ്പേർഷനെ പറ്റിയാണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു കോമ്പോസിറ്റ് കളർ, ആ വാക്ക് മറന്നു വരുന്നത്, ഒരു കോമ്പോസിറ്റ് കളർ എന്ന് വെച്ചാൽ ഒന്നിലധികം നിറങ്ങളുള്ള കളർ ഒരു ട്രാൻസ്പാരന്റ് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് അതിൻ്റെ ഘടകവർണ്ണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് കളർ എന്നാണ് പഠിച്ചു വെക്കേണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് റിഫ്രാക്ഷൻ ആണ്. പ്രധാന കാരണം എന്താണ്, ലൈറ്റിനുണ്ടാകുന്ന റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ എന്താ സംഭവം, ലൈറ്റുകളിൽ ഓരോ നിറങ്ങളും ഇപ്പോൾ റെഡ്, ഗ്രീന്, ബ്ലൂ, യെല്ലോ എന്ന് പറയുന്ന ഓരോ നിറങ്ങളും ഓരോരോ വേവ് ലെങ്തിലാണ് ഉള്ളത്. സോ എല്ലാ വേവ് ലെങ്തുകളും ഒരേ അളവിലല്ല ബെൻഡ് ചെയ്യുന്നത്. ആ വ്യത്യാസമാണ് സത്യത്തിൽ ഡിസ്പേർഷന് കാരണം. അപ്പോൾ ഡിസ്പേർഷന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണത് എന്താ, ഡിഫറൻസ് ഇൻ ദ വേവ് ലെങ്ത് ഓഫ് ദ കളേഴ്സ്, നിറങ്ങളുടെ വേവ് ലെങ്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള നിറം എന്ന് പറയുന്ന റെഡും ഏറ്റവും കുറവ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഏതിനാണ്, അത് വയലറ്റിനുമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് വെച്ച് തന്നെയാണ് നമ്മൾ ഡിസ്പേർഷൻ പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് വയലറ്റും ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത് റെഡുമാണ്. അത് ഓർത്ത് നോക്കിയാൽ എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡേഞ്ചർ സിഗ്നലുകളെല്ലാം ചുവപ്പ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ചുവപ്പ് എന്ന് പറയുന്ന നിറം സ്കാറ്റർ ചെയ്യുന്നത് കുറവാണ്, അതുപോലെ അത് ഡീവിയേറ്റ് ചെയ്യുന്നതും കുറവാണ് എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് 2 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും. ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്ന നിറം എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് റെഡ് എന്ന് പറയാൻ പറ്റും. ഡിസ്പേർഷൻ സംഭവിക്കുമ്പോൾ ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുന്ന നിറം എന്ന് ചോദിച്ചാൽ റെഡ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് റെഡ് ലൈറ്റ് നമ്മുടെ ഈ പറഞ്ഞ ഡേഞ്ചർ സിഗ്നൽ യൂസ് ചെയ്തതെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരവ് അത് തന്നെയാണ്. അപ്പോൾ ചുവപ്പ് നിറമാകുമ്പോഴത്തേക്കും അത് അങ്ങനെ ഇങ്ങനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, ബെൻഡ് ചെയ്യത്തില്ല, സ്കാറ്റർ ചെയ്യത്തില്ല. അതുകൊണ്ട് ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യുന്നത് റെഡ്, ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്പേർഷൻ സംഭവിച്ച് ബെൻഡ് ചെയ്യുന്ന ലൈറ്റ് വയലറ്റ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രശ്നം തന്നിട്ട് ഇത് എന്ത് കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം ഡിസ്പേർഷൻ. ഇതിൽ ഇവിടെയുള്ള കളറുകളുടെ നിറം തരാതെ നിങ്ങളുടെ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇവിടെ മുകളിൽ റെഡ്, താഴെ വയലറ്റ്. ഇവിടെ തന്നിട്ടുള്ളത് വൈറ്റ് ലൈറ്റ് എന്ന് തന്നാലും സൺലൈറ്റ് എന്ന് തന്നാലും ഒക്കെ എന്ത് തന്നെയാണ്, സെയിം ആണ്. ഇതിൻ്റെ ഇടയിലുള്ള നിറങ്ങൾ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് വിബ്ജിയോർ എന്ന വാക്ക് ഓർമ്മയുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇനി തലകുത്തനെ ഈ പ്രശ്നം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, തലകുത്തനെ തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുകളിൽ എഴുതേണ്ടത് വയലറ്റും താഴെ എഴുതേണ്ടത് റെഡുമാണ്. അതായത് പ്രശ്നം തിരിയുമ്പോൾ ഇതും തിരിയും, പ്രശ്നം തിരിയുമ്പോൾ ഇതും തിരിയും. അതുകൊണ്ടാണ് അത് ഇവിടെ കണ്ടോ, റീകോമ്പിനേഷൻ ഓഫ് കളറുകളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ പോകുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. അത് ആദ്യം റെഡും അതുപോലെ വയലറ്റുമായിട്ട് സ്പ്ലിറ്റ് ആകും. അടുത്ത ഈ റെഡും വയലറ്റും തിരിച്ച് എന്ത് ചെയ്യും, ഒരുമിച്ച് ചേർന്നിട്ട് ഇവിടെ വൈറ്റ് ലൈറ്റ് കിട്ടും. ഇത് റീകോമ്പിനേഷൻ ഓഫ് കളർ എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം തന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട് തയ്യാറായിരിക്കണം. ഇതാണ് നമുക്ക് ഡിസ്പേർഷന് പഠിക്കാനുള്ളത്. ഡിസ്പേർഷനിൽ ഇപ്പോൾ എന്തൊക്കെ പഠിക്കും, ഒരു കോമ്പോസിറ്റ് ലൈറ്റ് കോൺസ്റ്റുവൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഒന്നാമത്തെ പോയിന്റ്. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് വയലറ്റ്, ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നത് റെഡ്. ഇനി ഈ റെഡും വയലറ്റും മറ്റൊരു പ്രശ്നം വെച്ച് നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് സംയോജിച്ച് അത് ഒറ്റ നിറമായിട്ട് വീണ്ടും പഴയ വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ടഫാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ മറ്റേതെങ്കിലും കളർ തരാം. പക്ഷെ അങ്ങനത്തെ ഒരു ചാൻസ് എന്തായാലും നമുക്ക് ഈ എക്സാമിന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൈമറി, സെക്കൻഡറി കളർ ഇതാണ് ചോദിച്ചത്. ഈ ഡിസ്പേർഷൻ നമ്മുടെ പ്രകൃതിയിൽ സ്വന്തമായിട്ട് നടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് റെയിൻബോ. അവിടെ ട്രയാങ്കിൾ പ്രസവമൊന്നുമില്ല, മഴത്തുള്ളികളായിരിക്കും പ്രസവമായിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ മഴത്തുള്ളിയിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു. ലൈറ്റ് എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഡീവിയേറ്റ് ചെയ്യുന്നു, നമുക്ക് പുറത്തു വരുന്നു. നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ ഷേപ്പിൽ റെയിൻബോ കാണാൻ പറ്റും. റെയിൻബോയുടെ യഥാർത്ഥ ഷേപ്പ് സർക്കിളാണ്, പക്ഷെ നമ്മൾ കാണുന്നത് ആർക്കായിട്ടാണ്. എന്തുകൊണ്ട്, ഭൂമി ബാക്കി ഭാഗത്തിനെ മറയ്ക്കുന്നത് കൊണ്ട്. ഇതാണ് റെയിൻബോ. റെയിൻബോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 പോയിന്റുകളാണ് വരുന്നത്. എത്ര പോയിന്റുകളാണ്? 3 പോയിന്റുകളാണ്. അതായത് റെയിൻബോയിൽ ലൈറ്റ് വന്ന് വീഴുന്ന ഈ ഭാഗത്ത് വെച്ച് ഒരു തവണ എന്ത് ചെയ്യും, റിഫ്രാക്ഷൻ സംഭവിക്കും. അടുത്ത് ഈ രണ്ടാമത്തെ പോയിന്റ് വെച്ച് സംഭവിക്കുന്നത് എന്താണ്, അത് ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. മറന്നു പോകരുത്,
ഓക്കെ, എന്താണ് ഇന്റേണൽ റിഫ്ലക്ഷൻ. അടുത്ത് ഈ ലൈറ്റ് മൂന്നാമത് വരുമ്പോൾ ഇവിടെ ഒന്നും കൂടി സംഭവിക്കുന്നത് എന്ത് തന്നെയാണ്? റിഫ്രാക്ഷൻ. അപ്പോൾ 2 തവണ റിഫ്രാക്ഷൻ, 1 തവണ ഇന്റേണൽ റിഫ്ലക്ഷനുമാണ് എന്ത് ചെയ്യുന്നത്? റെയിൻബോയിൽ വരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. റെയിൻബോയിൽ അത്രയും അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്ത് വരുന്നത് ഒരു 1 വേർഡിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സൂര്യപ്രകാശമായിട്ട് ബന്ധപ്പെട്ട്. സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ലൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇത് വിസിബിൾ ലൈറ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്ന ലൈറ്റ് ആണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇതിനകത്തുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റ് 2 ആൾക്കാരും കൂടെ ഉണ്ട്. ആരൊക്കെയാണ്? അൾട്രാ വയലറ്റും ഉണ്ട്, ഇൻഫ്രാ റെഡും ഉണ്ട്. ഇവരുടെ ഉപയോഗമാണ് 1 വേർഡ് ചോദിക്കുന്നത്. അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളൊന്നാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഇൻഫ്രാറെഡ് ലൈറ്റിന് പ്രധാനപ്പെട്ട ഉപയോഗത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിലെ ചൂട് അഥവാ ഹീറ്റ് വരുന്നത് എവിടെ നിന്നാണ്? ഇൻഫ്രാറെഡിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ചൂട് തരുന്നത്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്. ഈ അൾട്രാ വയലറ്റിന് മറ്റുപയോഗങ്ങളും ഉണ്ട്. നമ്മുടെ ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റിലെ മൈക്രോ ഓർഗാനിസങ്ങളെ ഇല്ലാണ്ടാക്കുക, അതുപോലെ ക്ലീനിങ് പർപ്പസ്, അതുപോലെ മറ്റേ കൗണ്ടർ ഫീറ്റ് നോട്ട് കണ്ടുപിടിക്കുക, അതൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. സെറ്റ് അല്ലേ? അടുത്ത് നമുക്ക് നോക്കാവുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതായത് സൂര്യപ്രകാശത്തിൽ നമ്മൾ ഈ പറഞ്ഞ വിസിബിൾ ലൈറ്റും അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും മാത്രമല്ല മറ്റു പലരും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നുണ്ട്. ഏതിൽ വരുന്നുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്നുണ്ട്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് നമ്മൾ എവിടെ പഠിച്ചു? 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. 2 തരം വേവ്സ് ഉണ്ട് അല്ലെ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കലും ഉണ്ട്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് നമ്മൾ അതിൻ്റെ വേവ് ലെങ്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയുടെയോ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ്. അത് ഏറ്റവും കുറവാണ് ഇടതുവശത്ത്. വേവ് ലെങ്ത് എന്ന് പറയുന്നതാണ് ലാംഡ. അത് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? റൈറ്റ് സൈഡിലുമാണ്. ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡിലോ 2 മാർക്കിനോ ചോദിക്കാം. ആദ്യം വരുന്ന ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്. ഇത് ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. ഗാമാറേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്? റേഡിയോ വേവ്. ഇത്രയും ചേരുന്നതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രത്തിനകത്ത് ഇടതുവശത്താണ് വേവ് ലെങ്ത് കുറവ്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. വിസിബിൾ ലൈറ്റിന്റെ ഇടതുവശത്താണ് അൾട്രാ വയലറ്റ് വരുന്നത്. വയലറ്റ് എന്ന് വെച്ചാൽ വേവ് ലെങ്ത് കുറവ്. അപ്പോൾ ഇടത്തോട്ടാണ് വേവ് ലെങ്ത് കുറവ്, അങ്ങോട്ട് വരാം. റൈറ്റിലോട്ടാണ് ഇൻഫ്രാറെഡ്, റെഡ് ആകുമ്പോൾ വേവ് ലെങ്ത് കൂടുതൽ. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. അടുത്ത് വരുന്നതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. പ്രൈമറി നിറങ്ങളും സെക്കൻഡറി നിറങ്ങളും, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിമെന്ററി കളറുകൾ, പിന്നെ ഒബ്ജക്റ്റിന്റെ നിറം. അപ്പോൾ നിങ്ങൾ ആദ്യം ഓർത്ത് വയ്ക്കുക RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇവർ 3 പേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. അതാണ് 1ാമത്തെ പോയിന്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പ്രൈമറി നിറം എന്ന് വിളിക്കുന്നത്? ഇവർ 3 പേരും ചേർന്നാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ ഇവർ 3 പേരും ചേർത്താൽ നമുക്ക് മറ്റു നിറങ്ങളും കിട്ടും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്ത് വിളിച്ചത്? നമ്മൾ പ്രൈമറി കളറുകൾ എന്ന് വിളിച്ചത്. റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് യെല്ലോ, R+G. റെഡും ബ്ലൂവും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് മജന്ത. ബ്ലൂവും ഗ്രീനും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിയാൻ. ഇതാണ് നമ്മുടെ പ്രൈമറി കളറുകൾ. റെഡ്, ഗ്രീന്, ബ്ലൂ. അവരെന്തുകൊണ്ട് പ്രൈമറി എന്ന് വിളിച്ചു? ഇവർ 3 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. ഇതുപോലെ ഒന്ന് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ചോദ്യം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വരച്ച് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഈസി ചോദ്യത്തിന്റെ മാർക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഇനി റെഡും ഗ്രീനും കൂടി ചേർന്നാൽ നമുക്ക് യെല്ലോ, റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ മജന്ത, ബ്ലൂവും ഗ്രീനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സിയാൻ. ഇങ്ങനെ ഒന്ന് വരച്ചു വെച്ചാൽ കൺഫ്യൂഷൻ ഇല്ല. ആദ്യം മുകളിൽ YMC, RGB, YMC എന്നിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒന്നും കൂടെ, പ്രൈമറി നിറങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നിറങ്ങൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. ഇവര് പരസ്പരം ചേർത്ത് നമുക്ക് മറ്റു നിറങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പ്രൈമറി കളർ. അപ്പോൾ പ്രൈമറി കളറുകൾ ഒന്നും കൂടെ പറയുന്നു: റെഡ്, ഗ്രീന്, ബ്ലൂ, RGB, YMC, RGB, YMC. ഇങ്ങനെ അങ്ങ് എഴുതി വെച്ച് ഇങ്ങനെ അങ്ങ് എഴുതി പഠിക്കുക. RGB, YMC, RGB, YMC, RGB, YMC. ഓക്കെ, RGB ഇപ്പോൾ എല്ലാവർക്കും ഈ RGB കീബോർഡിനകത്തൊക്കെ RGB ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന. ഓക്കെ, YMC. ഓക്കെ, YMC ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന ഗ്രൗണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിലുണ്ട് അല്ലേ? അത് ക്രിസ്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു യങ് മെൻ എന്തോ ഒരു സംഭവമുണ്ട് YMC. അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഓക്കെ ആണല്ലോ. എന്നാൽ എന്താണ് ഈ കോംപ്ലിമെന്ററി നിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോംപ്ലിമെന്ററി നിറം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഏത് സെക്കൻഡറി നിറത്തോടൊപ്പം
ഒരു പ്രൈമറി നിറം നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നു. ഇവർ രണ്ടുപേരെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി നിറം എന്ന് പറയും. ഉദാഹരണത്തിന് യെല്ലോ എന്ന് പറയുന്ന നിറം ഒരു സെക്കൻഡറി നിറമാണ്. ഈ യെല്ലോ നിറത്തോടൊപ്പം നമ്മൾ ബ്ലൂ നിറം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടും. എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. ഇവിടെയും കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് എന്ത് എടുക്കുക? RGB, അതുപോലെ തന്നെ എഴുതുക എന്താണ്? YMC. നോക്കി, വൈയുടെയും അതിന് ഓപ്പോസിറ്റ് വരുന്ന നിറവും കോംപ്ലിമെൻ്ററികളാണ്, യെല്ലോയും ബ്ലൂവും. അതുപോലെ മജന്തയും ഗ്രീനും കോംപ്ലിമെൻ്ററിയാണ്. മജന്ത പ്ലസ് ഗ്രീൻ വിൽ ഓൾസോ ഗീവ് വൈറ്റ് ലൈറ്റ്. സിയാനും റെഡും ചേർന്ന് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും? വൈറ്റ് ലൈറ്റ് തന്നെ. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ആ ഒരു പടം വരച്ച് വെച്ചാൽ നമുക്ക് പ്രൈമറി കിട്ടും, സെക്കൻഡറി കിട്ടും, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററിയും കിട്ടും. നേരെ ഓപ്പോസിറ്റ് ഉള്ളത്, യെല്ലോയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന അതും രണ്ടുപേരും കോംപ്ലിമെൻ്ററി, മജന്തയും അതിന് ഓപ്പോസിറ്റ് വരുന്നതും സിയാനും അതിന് ഓപ്പോസിറ്റ് വരുന്നതും എന്താണ്? കോംപ്ലിമെൻ്ററി നിറങ്ങൾ ആണ്. അപ്പോൾ RGB, YMC. നെക്സ്റ്റ് വരുന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇവിടെയാണ് നമ്മൾ ന്യൂട്ടൻ്റെ കളർ ഡിസ്കിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അതുപോലെ നമ്മൾ സിനിമ കാണുന്നത്, സിനിമ പ്രൊജക്ടറിൻ്റെ കേസ് വരുന്നത് ഇവിടെയാണ്. നമ്മൾ ഫാന് കറക്കുന്ന സമയത്ത് ഫാനിൻ്റെ ലീഫ് ഒന്നായിട്ട് തോന്നുന്നതും എന്ത് കാരണമാണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ കണ്ടാൽ ആ പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ നമ്മുടെ ബ്രെയിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് 1/16 സെക്കൻഡ് ആവശ്യമാണ്. 16 സെക്കൻഡ് വേണം. ഈ 16 സെക്കൻഡിന് മുന്നെയാണ് അടുത്ത ഫിഗറും കൂടെ വരുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അത് ഒരു പിക്ചറായിട്ട് നമുക്ക് തോന്നും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഈ 1/16 സെക്കൻഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും 16 പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗിലാണെങ്കിൽ 1/10 സെക്കൻഡ് ആണ്. ഇത് പിക്ചർ ആയതുകൊണ്ട് കുറച്ചുകൂടി സമയം എടുക്കും. 1/16 സെക്കൻഡ് എടുത്താലേ നമുക്കൊരു വിഷൻ, ഒരു ഒബ്ജക്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂട്ടൻ്റെ കളർ ഡിസ്ക്, അതുപോലെ തന്നെ നമ്മുടെ സിനിമ പ്രൊജക്ടർ, അതുപോലെ ഫ്ലിപ്പ് ബുക്ക്, ഫാന് കറങ്ങുമ്പോൾ ഒരുമിച്ച് കാണുന്നത്, സ്പീഡായിട്ട് പോകുന്ന ഒബ്ജക്റ്റ് ഒരുപോലെ തോന്നുന്നത്, അനിമേഷൻസ് നമുക്ക് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്ത് തരത്തിൽ ചോദിച്ചാലും നിങ്ങൾ ഉത്തരം എഴുതിക്കൊള്ളണം. ഇതെല്ലാം എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ ഫലമാണ്. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാമല്ലോ. അടുത്ത് വരുന്നു കളർ ഓഫ് ട്രാൻസ്പാരൻ്റ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ്. 99% ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് ടാക്കിൾ ചെയ്യുക എന്നുള്ളത് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യം കാര്യം പറഞ്ഞു. ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് പ്രകാശത്തിനെ കടത്തി വിടും. ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒപ്പാക്ക് ഒബ്ജക്റ്റ് ലൈറ്റിനെ കടത്തി വിടില്ല, അത് റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ നിറം അത് കടത്തിവിടുന്ന നിറവും ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ നിറം അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന നിറവാണെന്നുള്ള മിനിമം ലോജിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ട്രാൻസ്പാരൻ്റ് നിറങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഫിൽറ്ററുകൾ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക നിറത്തിന് മാത്രം കടത്തിവിടുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിൽ പ്രൈമറി ഫിൽറ്ററുകൾ നമുക്ക് എളുപ്പമാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ. പേരിൽ നിന്ന് തന്നെ കിട്ടും. റെഡിനെ കടത്തിവിടുന്നത് റെഡ് ഫിൽറ്റർ, ബ്ലൂവിനെ കടത്തിവിടുന്നത് ബ്ലൂ ഫിൽറ്റർ, ഗ്രീനെ കടത്തിവിടുന്നത് ഗ്രീൻ ഫിൽറ്റർ. കുഴപ്പമുണ്ടാകുന്നത് സെക്കൻഡറി ഫിൽറ്റർ വരുമ്പോഴാണ്. സെക്കൻഡറി ഏതൊക്കെയാണ്? യെല്ലോ, മജന്ത, അതുപോലെ തന്നെ സിയാൻ. യെല്ലോ ഫിൽറ്റർ എന്തൊക്കെ കടത്തിവിടും? യെല്ലോ ഫിൽറ്റർ യെല്ലോ കളറിനെ കടത്തിവിടും. അതിൻ്റെ കമ്പോണൻറ്റുകളായിട്ടുള്ള രണ്ടുപേര് ആരൊക്കെയാണ്? റെഡിനെയും ഗ്രീനിനെയും കടത്തിവിടും. അതിപ്പോൾ തന്നെ പഠിച്ച് കൊള്ളണം. അടുത്ത മജന്ത ഫിൽറ്ററിലോട്ട് വരുന്ന സമയത്ത് മജന്ത ഫിൽറ്റർ മജന്ത കളറിനെ കടത്തിവിടും. അതിൻ്റെ കോൺസ്റ്റുവൻറ്റുകൾ, അപ്പോൾ മജന്തയുടെ കോൺസ്റ്റുവൻ്റ് ഏതൊക്കെയാണ്? പെട്ടെന്ന് ഓർമ്മ വരൂ, മനസ്സിൽ ഓർക്കാൻ നിൽക്കരുത്. എന്തെഴുതുക? RGB, YMC എന്ന് എഴുതിയിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ മജന്ത ഫിൽറ്റർ മജന്ത കടത്തിവിടും. പിന്നെ ഏതിനെ കടത്തിവിടും? റെഡിനെയും ബ്ലൂവിനെയും കടത്തിവിടും. ഇത് സൈഡ് വരച്ചിട്ട് തന്നെ ചെയ്യണം. ദയവ് ഇത് ഓവർ കോൺഫിഡൻസ് കാണിക്കരുത്. അടുത്ത സിയാൻ ഫിൽറ്ററിനെ സംബന്ധിച്ചിടത്തോളം സിയാൻ ഫിൽറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിയാനിൽ ഏതൊക്കെയുള്ള? ഗ്രീനും ബ്ലൂ. അപ്പോൾ സിയാനെ കടത്തിവിടും, ഗ്രീനിനെ കടത്തിവിടും, അതുപോലെ ബ്ലൂവിനെയും കടത്തിവിടും. ഇതാണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റുകളുടെ കേസ്. പിന്നെ ഒപ്പാക്കിൻ്റെ കേസിൽ പിന്നെ കുഴപ്പമില്ല. ഒപ്പാക്ക് ഒബ്ജക്റ്റുകളും പ്രൈമറി നിറം വരുന്ന ഒപ്പാക്ക് ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ ഒബ്ജക്റ്റുകൾ റെഡായും ഗ്രീനായും ബ്ലൂ ആയിട്ടും ആയിരിക്കും നമ്മൾ കാണുന്നത്. ഇമ്പോർട്ടൻ്റ് കാര്യം, ഇവരെ മറ്റൊരു കളറിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വീഴുന്നത് വൈറ്റ് ലൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് ആണെങ്കിൽ റെഡിനെ റെഡായിട്ടും ഗ്രീനിനെ ഗ്രീനായിട്ടും ബ്ലൂവിനെ ബ്ലൂ ആയിട്ടും കാണുള്ളൂ. പക്ഷേ
മറ്റേതെങ്കിലും നിറമുള്ള ലൈറ്റിലാണ് നമ്മൾ ഇവരെ നോക്കുന്നതെങ്കിൽ ഇവരുടെ നിറത്തിന് വ്യത്യാസം വരും. അത് പ്രൈമറി ആണെങ്കിൽ റെഡ് ലൈറ്റിലോ വൈറ്റ് ലൈറ്റിലോ മാത്രമേ അത് റെഡായിട്ട് കാണൂ. മറ്റെന്ത് ലൈറ്റ് നോക്കിയാലും അത് ഡാർക്ക് ആയിരിക്കും. ഗ്രീൻ ഒബ്ജക്റ്റ് ഗ്രീൻ ലൈറ്റിലും വൈറ്റ് ലൈറ്റിലും നോക്കിയാൽ മാത്രമേ ഗ്രീൻ ആവൂ, ബാക്കി എല്ലാത്തിലും ഡാർക്ക് ആയിരിക്കും. സെക്കൻഡറി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല, ഓർത്തോളുക. അതുകൂടി പറയാൻ കൺഫ്യൂഷൻ ആവും. ബ്ലൂ ആകുമ്പോൾ ബ്ലൂവിലും അത് ബ്ലൂ ആയിട്ട് കാണും. മറ്റ് രണ്ട് ഏതെങ്കിലും കളറാണെങ്കിൽ അത് ഡാർക്ക് ആയിട്ടായിരിക്കും കാണും. ഇനി സെക്കൻഡറിയിലോട്ട് വരാം. സെയിം ലോജിക്ക്. സെക്കൻഡറി നമുക്ക് ഇങ്ങോട്ട് എഴുതിയിട്ട് പറയാം. അപ്പോൾ സെക്കൻഡറി ഒബ്ജക്റ്റിലോട്ട് നമുക്ക് വരാം. സെക്കൻഡറിയിൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കളർ ഒബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുന്നത്? സെക്കൻഡറിയിൽ നമുക്ക് ഒബ്ജക്റ്റുകൾ പ്രധാനമായിട്ടും 3 നിറത്തിലേ വരത്തുള്ളൂ. ഏതൊക്കെയായിരിക്കും? നമ്മുടെ യെല്ലോ, മജന്ത, സിയൻ. യെല്ലോ, മജന്ത, സിയൻ. യെല്ലോ കളർ ഒബ്ജക്റ്റ്. ഇത് വൈറ്റ് ലൈറ്റിൽ നമ്മൾ നോക്കിയാൽ യെല്ലോ ആയിട്ട് കാണും. അടുത്ത് യെല്ലോ ലൈറ്റിൽ നോക്കിയാലും അത് എന്തായിട്ട് കാണും? യെല്ലോ ആയിട്ട് കാണും. ഇനി ഇതിൻ്റെ കമ്പോണൻറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കണം. ഇതിൻ്റെ കമ്പോണൻറ്റുകൾ യെല്ലോയ്ക്ക് 2 കമ്പോണൻറ്റേ ഉള്ളൂ, റെഡും ഗ്രീനും. ഇവിടെയാണ് നമുക്ക് തെറ്റാൻ വരുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ വൈറ്റ് ലൈറ്റിൽ നോക്കിയാലും യെല്ലോ ഒബ്ജക്റ്റ് യെല്ലോ ആയിട്ട് തന്നെ കാണും, യെല്ലോ ലൈറ്റിൽ നോക്കിയാലും യെല്ലോ ആയിട്ട് തന്നെ കാണും. പക്ഷെ അതിൻ്റെ കമ്പോണൻറ്റ് ലൈറ്റ് നോക്കിയാൽ കമ്പോണൻറ്റിൻ്റെ നിറമായിട്ട് കാണും. അതായത് റെഡ് ലൈറ്റിൽ നോക്കിയാൽ യെല്ലോ ഒബ്ജക്റ്റ് നമുക്ക് റെഡായിട്ടായിരിക്കും കാണുന്നത്. ഗ്രീൻ ലൈറ്റിൽ നോക്കിയാൽ യെല്ലോ ഒബ്ജക്റ്റ് നമുക്ക് എന്തായിട്ട് കാണും? ഗ്രീൻ ആയിട്ട് കാണും. കാരണം അതിൻ്റെ കൂടെ ഉള്ളവൻ വരത്തില്ല, ഇവ മാത്രം വരും. ലോജിക്ക് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. റെഡ്, ഇതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, മറ്റേ സ്കെച്ച് പെൻ ആണെങ്കിൽ നമുക്ക് നോക്കാം, അത് വിട്ടേക്ക്, സാരമില്ല. മജന്ത വൈറ്റ് ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മജന്ത കളർ. മജന്ത ലൈറ്റ് നോക്കിയാലും അത് മജന്ത കളർ. പക്ഷെ മജന്തയുടെ കമ്പോണൻറ്റുകൾ ആരൊക്കെയാണ്? എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ RGB എന്ന്. അതുപോലെ ഞാനിവിടെ എന്തെഴുതും? YMC എന്ന് എഴുതും. എന്നിട്ട് ഞാൻ നോക്കും മജന്തയ്ക്ക് 2 കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണ്? റെഡും ബ്ലൂവും. റെഡ് കളറിൽ നോക്കിയാൽ അത് റെഡായിട്ട് കാണും, ബ്ലൂ കളറിൽ നോക്കിയാൽ അത് ബ്ലൂ ആയിട്ട് കാണും. സിയാൻ ഫിൽറ്റർ വൈറ്റ് ലൈറ്റിൽ നോക്കിയാലും സിയാനായിട്ട് കാണും, സിയാൻ ലൈറ്റിൽ നോക്കിയാലും സിയാനായിട്ട് കാണും. പിന്നെ ബാക്കി ലൈറ്റ് നോക്കുമ്പോൾ കേസ് എന്താ വരുന്നത്? ഇവൻ്റെ കമ്പോണൻറ്റുകൾ ആരൊക്കെ? ഗ്രീനും ബ്ലൂവും. ഗ്രീൻ ലൈറ്റിൽ നോക്കിയാൽ സിയാൻ ഒബ്ജക്റ്റ് ഗ്രീൻ ആയിട്ട് കാണും, ബ്ലൂ കളറിൽ നോക്കിയാൽ സിയാൻ ഒബ്ജക്റ്റ് ബ്ലൂ ആയിട്ട് കാണും. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യം നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ വരച്ച് ക്ഷമയോടെ നോക്കിയാൽ നമുക്ക് ഏത് ചോദ്യം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്പാരൻറ്റ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലാണ് ഇനി ട്വിസ്റ്റ് ഇരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. എന്താണ് സ്കാറ്ററിങ്? ചിതറിപ്പോവുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇറഗുലാറായിട്ടും അതുപോലെ തന്നെ എന്താണ്? പാർഷ്യലായിട്ടും ലൈറ്റ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് പല ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ചോദ്യം വരുന്നത് സ്കാറ്ററിങ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന്, പാർട്ടിക്കിളിൻ്റെ സൈസ് ഓഫ് പാർട്ടിക്കിളിൻ്റെ സൈസ്. അതായത് അത് ഏത് മീഡിയത്തിൽ കൂടെയാണോ കടന്നു പോകുന്നത് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിളിൻ്റെ വലിപ്പം. ചെറിയ വലിപ്പമേ ഉള്ളൂ എങ്കിൽ എന്തായിരിക്കും? ചെറിയ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് തട്ടും, ബാക്കിയുള്ളത് കടന്നു പോകും. വലിയ പാർട്ടിക്കിൾ ആണെങ്കിൽ എല്ലാ ലൈറ്റും തട്ടും. നമ്മൾ സോഡിയം തയോസൾഫേറ്റും HCl വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റിൽ പഠിച്ചത് അതാണ്. നെക്സ്റ്റ് വരുന്നതാണ് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. ലൈറ്റിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. വേവ് ലെങ്ത് കൂടിയ ലൈറ്റുകൾ അധികം സ്കാറ്റർ ചെയ്യാതെ പോകും, വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റുകൾ നല്ല രീതിയിൽ സ്കാറ്റർ ചെയ്യും. അതായത് റെഡ് ഏറ്റവും കുറവ് സ്കാറ്റർ ചെയ്യും, വയലറ്റ് ഏറ്റവും കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യും. ഇടയിലുള്ളതിൻ്റെ ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കാറ്ററിങ് പൂർണ്ണമായി സംഭവിച്ചാൽ ഒബ്ജക്റ്റ് നമ്മൾ വൈറ്റ് ആയിട്ട് കാണും. അതായത് ഇവിടെ ഒരു ചോദ്യം വരാം, മേഘങ്ങൾ വൈറ്റ് കളറിൽ കാണുന്ന എന്തുകൊണ്ട്? മേഘത്തിൽ ലൈറ്റ് തട്ടിയിട്ട് എല്ലാ നിറവും സ്കാറ്റർ ചെയ്യും, അതുകൊണ്ട് വൈറ്റ് ആയിട്ട് കാണും. മഴമേഘങ്ങൾ എന്തുകൊണ്ട് ഡാർക്ക് ആയിട്ട് കാണുന്നു? മഴമേഘങ്ങൾ ലൈറ്റിനെ കടത്തിവിടുന്ന പോലും ഇല്ലാത്തത് കൊണ്ടാണ് അതെന്തായിട്ട് കാണുന്നത്? ഡാർക്കായിട്ട് കാണുന്നത്. പിന്നെ വരുന്നു ആകാശം എന്തുകൊണ്ട് നീല നിറത്തിൽ കാണും? അപ്പോൾ അത് പറഞ്ഞിട്ട് ടിൻഡൽ എഫക്റ്റിലോട്ട് വരാമോ? അല്ലെങ്കിൽ ടിൻഡൽ എഫക്റ്റ് പറഞ്ഞിട്ട് പോകും. അപ്പോൾ സ്കാറ്ററിങ് സെറ്റ് ആയല്ലോ. എന്താ സ്കാറ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലറായിട്ടും. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഒരു സ്ഥലത്തിലേക്ക് ഒഴിക്കുന്നു, അത് എങ്ങോട്ടാണ് ചിതറി പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, അതെങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. അതുപോലെ പ്രകാശം ഒരു മീഡിയത്തിൽ തട്ടുന്ന സമയത്ത് പ്രകാശം ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് തട്ടിയിട്ട് അത് പല ദിശയിലേക്ക് ഇങ്ങനെ ചിതറിപ്പോകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത്. സ്കാറ്ററിങ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? പാർട്ടിക്കിളിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് പാർട്ടിക്കിളിൻ്റെ വലിപ്പം കൂടിയാൽ സ്കാറ്ററിങ്ങിൻ്റെ തോത് അല്ലെങ്കിൽ അളവ് കൂടും. ചെറിയ പാർട്ടിക്കിൾ ആണെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് മാത്രമേ തട്ടത്തുള്ളൂ,
തട്ടാത്തതൊക്കെ അല്ലാത്തതൊക്കെ എന്തെങ്കിലും പാസ് ചെയ്ത് പോകും. പക്ഷെ പാർട്ടിക്കിൾസിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലാ ലൈറ്റിനും സ്കാറ്ററിംഗ് സംഭവിക്കും. അതാണ് എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടത്, കൊളോയിഡ് ഫോം ചെയ്തു വരുന്ന കേസ്. അടുത്ത് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റിന് ഡിപ്പെൻഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് വയലറ്റ്, കാരണം അതിന് വേവ് ലെങ്ത് കുറവ്. ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്ന റെഡ്, കാരണം അതിന് വേവ് ലെങ്ത് കൂടുതൽ. ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് അറിയാം, പക്ഷെ നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. നെക്സ്റ്റ് വരുന്നതാണ് ടിൻഡൽ എഫക്ട്. സ്കാറ്ററിംഗ് തന്നെയാണ്, പക്ഷെ എന്താണ്, ഒരു കൊളോയിഡൽ സർഫസിലൂടെ പോകുന്ന സമയത്ത്, എന്തിലൂടെ പോകുന്ന സമയത്ത്, ഒരു കൊളോയിഡൽ സർഫസിലൂടെയോ അല്ലെങ്കിൽ ഒരു മിക്സ്ചറിലൂടെയോ അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലൂടെയോ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റ് കടന്നു പോകുന്ന പാത്ത് നമുക്ക് വിസിബിൾ ആകും. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പാർട്ടിക്കിൾസ് ലൈറ്റ് തട്ടിയിട്ട് ആ ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ആ പാത്ത് കാണാൻ പറ്റും. അങ്ങനെ പാത്ത് കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, കൊളോയിഡൽ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ മിക്സ്ചറോ അല്ലെങ്കിൽ സസ്പെൻഷനിലോ ഉള്ള പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നത് കാരണം ലൈറ്റ് പോകുന്ന പാത്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞതിനാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കാട്ടിനകത്തൂടെ പോകുമ്പോൾ കനോപ്പി ഓഫ് ഫോറസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ റൂമിനകത്ത് ഒരു ചെറിയ ഫോളിൽ കൂടെ ലൈറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അടഞ്ഞ ഒരു മുറിയിൽ, ഇരുണ്ട മുറിയിൽ നമ്മൾ ടോർച്ച് കത്തിക്കുമ്പോൾ ടോർച്ചിന്റെ ലൈറ്റ് പോകുന്ന പാത്ത് നമ്മൾ കാണുന്ന പ്രോസസ്സാണ് എന്ത്, ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നടക്കാൻ കാരണം എന്താണ്, നമ്മൾ പോകുന്ന ആ പറയുന്ന മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ലൈറ്റിനെ എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്യും. ആ സ്കാറ്റർ ചെയ്ത ലൈറ്റ് എന്ത് ചെയ്യും, അത് നമ്മുടെ കണ്ണിലേക്ക് വന്ന് വീഴുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഏത് ഒബ്ജക്റ്റിലും തട്ടിയ ലൈറ്റ് നമ്മുടെ കണ്ണിൽ വീഴുമ്പോഴല്ലേ നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുന്നത്. അത് തന്നെയാണ് ടിൻഡൽ എഫക്റ്റിൽ പറയും. ഇനി ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. സ്കാറ്ററിങ് കാരണമാണ് ആകാശം നീല നിറത്തിൽ കാണുന്നത്. അപ്പോൾ ആകാശം നീല നിറത്തിൽ കാണുന്നതിന്റെ കാരണം ചോദിച്ചാൽ നിങ്ങൾ പറയും എന്താണ്, സ്കാറ്ററിങ്. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് പല തരത്തിലുള്ള പല വലിപ്പത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. എങ്കിലും നമ്മുടെ അപ്പർ അറ്റ്മോസ്ഫിയർ, അതായത് ആകാശത്തിന്റെ മുകളിൽ പാർട്ടിക്കിൾസ് അത്യാവശ്യം ചെറുതാണ്. അപ്പൊ അവിടേക്ക് വരുന്ന എന്ത് ലൈറ്റ്, വൈറ്റ് ലൈറ്റ്. അവിടേക്ക് വരുന്ന എന്ത് ലൈറ്റ്, വൈറ്റ് ലൈറ്റ്. ഈ വൈറ്റ് ലൈറ്റിനകത്ത് എന്തുണ്ട്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ് ഉണ്ട്. അപ്പൊ അതിനകത്ത് വേവ് ലെങ്ത് ഏറ്റവും കുറവാർക്കാണ്, വയലറ്റിന്, ഇൻഡിഗോയ്ക്ക്, ബ്ലൂവിന്. അപ്പൊ ഈ പറഞ്ഞ 3 ലൈറ്റുകൾ ഇവിടെ എന്ത് പറ്റും, പാർട്ടിക്കിൾസ് ചെറുതാണെങ്കിലും ഇവർക്ക് വേവ് ലെങ്ത് നല്ല കുറവായതുകൊണ്ട് ഇവരെ എല്ലാ പാർട്ടിക്കിൾസിലും തട്ടിയിട്ട് പല ദിശകളിലേക്ക് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. പല ദിശകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ നമ്മളിവിടെ ഭൂമിയിൽ നിന്ന് നോക്കുക, നമ്മളിവിടെ ഭൂമിയിൽ നിൽക്കുക. അപ്പൊ ഈ സ്പ്ലിറ്റായ ലൈറ്റ് നേരെ നമ്മുടെ കണ്ണിലോട്ട് വീഴുമ്പോൾ നമ്മൾ ഈ സ്ഥലത്തെ നമ്മൾ എന്തായിട്ട് കാണും, ആകാശ നീല നിറത്തിൽ കാണും. കാരണം ബാക്കി ലൈറ്റുകളുണ്ടല്ലോ, കുറേ ബ്ലൂവും കുറേ ഇൻഡിഗോയും യെല്ലോയും ഓറഞ്ച് റെഡും ഒക്കെ അല്ലാതെ തന്നെ വന്നോളും, സ്കാറ്റർ ചെയ്യാതെ വന്നോളും. അപ്പൊ സ്കാറ്റർ ചെയ്യാത്ത നിറത്ത് നമുക്കിവിടെ റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ടോ, ഇല്ല. പാർട്ടിക്കിൾസ് തട്ടി റിഫ്ലക്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഇപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്, അതിൽ ലൈറ്റ് തട്ടി വരണം. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾസിൽ തട്ടി വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് ആകാശത്ത് ആ നിറത്തിൽ കാണാൻ പറ്റും. ബാക്കി നിറങ്ങളൊക്കെ നമ്മുടെ അടുത്തോട്ട് വരും. നമുക്കപ്പോൾ പാർട്ടിക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് കാണത്തില്ല. നമുക്ക് ഈ നിറം മാത്രം ആകാശത്തിന് ഉള്ളതായിട്ട് തോന്നും. സെറ്റ്. അടുത്ത് കളർ ഓഫ് സെറ്റിംഗ് ആൻഡ് റൈസിംഗ് സൺ. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും നമ്മൾ സൂര്യൻ ഏത് നിറത്തിലാണ് കാണുന്നത്, സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും നമ്മൾ സൂര്യനെ കാണുന്ന ഏത് നിറത്തിലാണ്, അത് ചുവപ്പ് ഓറഞ്ച് നിറത്തിലാണ്. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉണ്ട്, നമ്മളിവിടെ നിൽക്കും. നമ്മുടെ ഭൂമിക്ക് ചുറ്റുമായിട്ട് എന്തുണ്ട്, അറ്റ്മോസ്ഫിയറും ഉണ്ട്. കുറച്ചുകൂടി വൃത്തിക്ക് നിൽക്കാം അല്ലേ. ഇതാണ് നമ്മുടെ ഭൂമി. ഓക്കെ, ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്, നമുക്കൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലേ. നമുക്ക് എന്തുണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ. എന്തുണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് അപ്പൊ നമ്മുടെ ഹൊറൈസൺ എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് നമ്മുടെ അന്തരീക്ഷവും ഉണ്ട്. അപ്പൊ എന്ത് പറ്റും, ഈ പറയുന്ന സൂര്യൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് സൂര്യനിൽ നിന്ന് റൈസ് വരുന്നു. ഈ വരുന്ന റൈസിലെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീനും യെല്ലോയും ഒക്കെ ഈ വരുന്ന വഴിയിൽ കൂടെ തന്നെ സ്കാറ്റർ ചെയ്ത് ഏതാണ്ട് റെഡ് ആയിരിക്കും നമ്മുടെ അടുത്തോട്ട് വരുന്നത്. സോ നമ്മൾ കാണുന്നത് റെഡ് ആയതുകൊണ്ട് സൂര്യനെ നമുക്ക് റെഡ് ആയിട്ട് തോന്നും. കാരണം ബാക്കി ലൈറ്റൊക്കെ ഈ വരുന്ന വഴിക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും, സ്കാറ്റർ ചെയ്ത് പോകും. അസ്തമിക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച് ഒക്കെ ഈ വഴിയിൽ തന്നെ എന്ത് ചെയ്യും, സ്കാറ്റർ ചെയ്തു പോകും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സൂര്യൻ ഏതാണ്ട് ചുവപ്പ് ഓറഞ്ച് കാണുമ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് വേറൊരു നിറത്തിലല്ലേ കാണുന്നത്, കുറേ മഞ്ഞയായിട്ട് തോന്നും, കുറേ നീലയായിട്ട് തോന്നും അല്ലേ. അപ്പം അങ്ങനെ സ്പ്ലിറ്റ് ആയിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ എന്താ കാര്യം, ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സെറ്റിംഗ്, സൂര്യ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൺറൈസ് ഹാസ് ടു ട്രാവൽ ലോങ്ങർ ഡിസ്റ്റൻസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. സൂര്യപ്രകാശത്തിന് കണ്ടോ, നമ്മൾ ഉച്ച സമയത്ത് സൂര്യനെ നോക്കുമ്പോഴത്തേക്കും ഇത്രയും ദൂരം അറ്റ്മോസ്ഫിയറേ നമുക്കുള്ളൂ. പക്ഷെ ഇല്ലാത്തപ്പോഴോ നമുക്ക് ഇത്രയും ദൂരത്തെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഈ ദൂരെ കൂടുതൽ കാരണം എന്ത് പറ്റും,
മറ്റു നിറങ്ങളൊക്കെ സ്കാറ്റർ ചെയ്ത് പോകും, അതുകൊണ്ട് സൂര്യൻ ചുവപ്പായിട്ട് കാണും. തീർന്നു, ഇത്രയും. അടുത്ത് വരുന്നതാണ് നമ്മുടെ കണ്ണിലോട്ട് വരാം. കണ്ണ് എന്ന് പറയുന്നതിനെ പറ്റി ബയോളജിയിൽ നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കണ്ണിനകത്തൊരു ലെൻസ് ഉണ്ട്, അതൊരു കോൺവെക്സ് ലെൻസാണ്. അതിന്റെ സീലിയറി മസിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. തൊട്ട് പുറകിലായിട്ട് ഒരു റെറ്റിനയുണ്ട്. അപ്പൊ ഈ പ്രകാശം ഈ പറഞ്ഞ ലെൻസിൽ തട്ടി റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റിനെ കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റ് ഉണ്ടാകാം, ദൂരെയുള്ള ഒബ്ജക്റ്റ് ഉണ്ടാകും. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റും ദൂരെയുള്ള ഒബ്ജക്റ്റും ഒരേ വലിപ്പമുള്ള ലെൻസ് വെച്ച് കാണാൻ പറ്റത്തില്ല. അപ്പൊ ലെൻസിന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും. അങ്ങനെ ലെൻസിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് സഹായിക്കുന്ന ആരാണ്? സീലിയറി മസിലുകളാണ്. സീലിയറി മസിലുകൾ വലിയുകയും അത് ചുരുങ്ങുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റിനെയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെയും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സ്ട്രെയിനും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. നമ്മളതിനെ എന്ത് വിളിക്കും? നിയർ പോയിന്റ് വിഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നിയർ പോയിന്റ് വിഷൻ എന്ന് വിളിക്കും. സ്ട്രെയിൻ ഒന്നും കൂടാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ. എന്നാൽ ഒരു സ്ട്രെയിനും കൂടാതെ നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ദൂരത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ഫാർ പോയിന്റ് വിഷൻ എന്ന് വിളിക്കാം. ഈ ഫാർ പോയിന്റ് വിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അത് സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇൻഫിനിറ്റിയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങ് ദൂരെയുള്ള നക്ഷത്രങ്ങളെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് വൺ വേർഡ് ചോദിക്കും. നിയർ പോയിന്റ് വിഷൻ എത്ര? 25 സെന്റിമീറ്റർ. ഫാർ പോയിന്റ് വിഷൻ എത്ര? ഇൻഫിനിറ്റി. പക്ഷേ പല ആൾക്കാർക്കും അതിനു മുമ്പ് ഇങ്ങനെ നമുക്ക് നിയർ പോയിന്റ് ഫാർ പോയിന്റിന് ഇടയിലുള്ള ഒബ്ജക്റ്റുകളെ വളരെ സെക്കൻഡ് ഓഫ് സമയം കൊണ്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന കഴിവ് പവർ ഓഫ് അക്കോമഡേഷൻ. അതിന് സഹായിക്കുന്ന മസില് സീലിയറി മസില്. ലൈറ്റ് റേസ് വന്ന് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. പക്ഷെ പലപ്പോഴും ഇതിങ്ങനെ തന്നെ ആകണമെന്നില്ല. നിയർ പോയിന്റ് വിഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 25 സെന്റിമീറ്ററിനെക്കാളും കൂടാം കുറയാം. ഫാർ പോയിന്റ് വിഷനും കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ ഐ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 3 ഐ ഡിഫക്റ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഷോർട്ട് സൈറ്റ്. എന്താണ്? ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും. അല്ലെങ്കിൽ അത് വിളിക്കുന്ന പേരാണ് മയോപിയ. അടുത്ത് വരുന്നതാണ് എന്ത്? ലോങ് സൈറ്റഡ്നെസ് അഥവാ എന്താണ്? ഹൈപ്പർ മെട്രോപിയ. ഹൈപ്പർ മെട്രോപിയ. ലാസ്റ്റ് വരുന്നതാണ് എന്ത്? ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ഒന്നുമില്ല, പ്രസ് ബയോപിയ എന്ന് പറയും. പ്രസ് ബയോപിയ എന്നിങ്ങനെ 3 രോഗങ്ങളാണ് നമുക്കുള്ളത്. രോഗങ്ങളല്ല, 3 അവസ്ഥ. ഇപ്പൊ ഞാൻ കണ്ണാടി വെച്ചിട്ടില്ല, അവസ്ഥ. ഓക്കെ, അപ്പോൾ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അതുപോലെ എന്താണ്? പ്രസ് ബയോപിയ. 3 അസുഖം നമുക്ക് നോക്കാം. ആദ്യം വരുന്നതാണ് ഷോർട്ട് സൈറ്റ്. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ഡിഫക്റ്റ് എന്താന്ന് നോക്കാം. ഷോർട്ട് സൈറ്റ് അഥവാ മയോപിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈ എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ കൈവയ്ക്കുന്നത് എൻ്റെ അടുത്തോട്ട്, മൈ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒബ്ജക്റ്റുകളൊക്കെ എനിക്ക് കാണാൻ പറ്റും, പക്ഷേ ദൂരെയുള്ള ഒബ്ജക്റ്റ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ മയോപിയ എന്ന രോഗത്തിന്റെ പ്രശ്നം അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റും. അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാം. മൈ 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 എന്ന് അടുത്ത് അടുത്ത് ഞാൻ ഇങ്ങനെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളത് കാണാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ലൈറ്റ് റേസ് ദൂരെ നിന്ന് വരുന്നത് കൃത്യം എന്ത് ചെയ്യുന്നില്ല? ഫോക്കസിലേക്ക്, നമ്മുടെ റെറ്റിനയിലേക്ക് എത്തുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. റെറ്റിനയിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിലുള്ളതിന് എതിരായിട്ടുള്ള ലെൻസ്, കണ്ണിലുള്ളത് കോൺവെക്സ്, അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അത് ലൈറ്റിന് ഡൈവേർജ് ചെയ്യും. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതാണ് മയോപിയ എന്ന് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ. കളറ് കഴിഞ്ഞാൽ അടുത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഐ ഡിഫക്റ്റുകളാണ്. അപ്പോൾ ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട്, അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കണ്ടുകൂടാം. അല്ലെങ്കിൽ മൈ, എൻ്റെ അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരെയുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? കണ്ടീഷൻ എന്താണ്? ലൈറ്റ് റേസ് റെറ്റിന വരെ എത്തുന്നില്ല. ഇത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഷോർട്ട് സൈറ്റ്. ഈ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരാളെ പറ്റി പറയില്ല. അപ്പോൾ ആൾ കാണാൻ കുറച്ച് ഷോർട്ടാണ്, അല്ലെ, ഹൈറ്റ് കുറഞ്ഞൊരാൾ. അപ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഉയരമുള്ള സാധനങ്ങളിലോട്ടോ അല്ലെ എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഷോർട്ട് സൈറ്റ് ഉള്ള ഒരാളുടെ ലൈറ്റ് റേസിനും എന്ത് ചെയ്യുന്നില്ല? റെറ്റിന വരെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് എന്ന് വെച്ചാൽ ഷോർട്ടായിട്ടുള്ള ആൾക്ക് എത്താൻ പറ്റത്തില്ല.
അപ്പോൾ ഷോർട്ട് സൈറ്റ് ഉള്ള ഒരാളുടെ ലൈറ്റ് റേസിന് റെറ്റിന വരെ എത്താൻ പറ്റത്തില്ല. അപ്പോൾ സഹായിക്കാനായിട്ട് നമ്മൾ കോൺകേവ്, അതിൻ്റെ എതിരായിട്ടുള്ള ലെൻസ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കും. അപ്പോൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കും, കാരണം എത്താൻ പറ്റാത്തതാണല്ലോ അവസ്ഥ. അപ്പോൾ നമ്മൾ അതിനെതിരായിട്ടുള്ളൊരു സാധനം ഉപയോഗിക്കും, കോൺകേവ് ഉപയോഗിച്ച് നമ്മളതിനെ നേരെയാക്കും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? അത് ഇമ്പോർട്ടൻറ്റ്. 2 കാരണങ്ങളായിരിക്കും ഇതുണ്ടാകാനുള്ളത്. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പറയുന്ന ലൈറ്റ് റേസ് എന്തുകൊണ്ടായിരിക്കും ഇവിടെ വരെ എത്താത്തത്? അങ്ങനെ എത്താതിരിക്കാനായിട്ട് നമുക്ക് 2 കാരണങ്ങൾ പറയാം. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഐബോൾ കുറച്ച് ചെറുതായിരുന്നെങ്കിൽ എത്തുമായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ എത്താത്തത് എന്തുകൊണ്ടാ? ഐബോൾ വലുതായി. എന്തായി? ഐബോൾ എന്തായി? ലാർജാണ്. ഐബോൾ ലാർജ് ആയതുകൊണ്ട് മയോപ്പിയ സംഭവിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ലെൻസിനെ പറ്റി പഠിച്ചത് അല്ലേ. അപ്പോൾ ലെൻസ് എന്താ ചെയ്യുന്നത്? ലൈറ്റിനെ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കണ്ണിലെ ലെൻസിന് ഇച്ചിരി പവർ കൂടുതലാണ്. അതായത് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇത് സംഭവിക്കാം. ഒന്നുകൂടെ പറയുകയാണ്, ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ. ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്, ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് വെച്ചാൽ എന്താണ് രോഗം? ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ എന്ന് വെച്ചാൽ ഷോർട്ട് അഥവാ നമ്മുടെ അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കണ്ടിട്ട്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഷോർട്ടാണ്, എത്തുന്നില്ല. ലൈറ്റ് റേസ് റെറ്റിന വരെ എത്തുന്നില്ല, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇവനെതിരായിട്ടുള്ള ലെൻസ് വയ്ക്കുക, കോൺവെക്സ് ഓപ്പോസിറ്റ് കോൺകേവ് ലെൻസ് വയ്ക്കുക. അടുത്ത് പഠിച്ചത് എന്തുകൊണ്ടാണ് ഈ രോഗം ഇനി ഉണ്ടായത്? 2 കാരണമുണ്ട്. ഒന്ന്, ഐബോൾ ചെറുതായിരുന്നെങ്കിൽ കറക്റ്റ് റെറ്റിന വരെ എത്തിയാണ്. അപ്പോൾ ഒന്നിൽ ഈ ആളുടെ ഐബോൾ വലുതാണ്. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? ലെൻസ് ഉണ്ടല്ലോ, ലെൻസിന് ഇച്ചിരി പവർ ഒന്ന് കൂടിപ്പോയി. അതുകൊണ്ടല്ലേ നമ്മൾ കോൺകേവ് ലെൻസ് വെച്ചത്? കണ്ണിലുള്ളത് കോൺവെക്സ്, ഇവന് പവർ കൂടിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അവനെതിരായിട്ടുള്ളവനെ വെച്ചത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അതേപോലത്തെ വെച്ചാൽ പോലും. അപ്പോൾ എതിരായിട്ടുള്ള ആളെ വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ എത്രയും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലെൻസിന്റെ പവർ കൂടിയതും സെറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ലോങ് സൈറ്റ് എന്ന് വെച്ചാൽ? ലോങ് എന്ന് വെച്ചാൽ ദൂരെ, ലോങ് എന്ന് വെച്ചാൽ ദൂരെ. അപ്പോൾ ഷോർട്ട് സൈറ്റിൽ അടുത്തുള്ളത് കാണാമെങ്കിൽ ലോങ് സൈറ്റിൽ ദൂരെയുള്ളത് കാണാൻ പറ്റും. ഏതാ കാണാൻ പറ്റാത്ത? അടുത്തുള്ളതാണ് കാണാൻ പറ്റാത്തത്. ഏതാ കാണാൻ പറ്റാത്ത? അടുത്തുള്ളതാണ് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ലോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞ ആളാണെങ്കിൽ ലോങ് ഉയരം കൂടിയാണ്. ഈ ലോങ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണ് അല്ലേ? കഥവിൽ കൂടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ തട്ടും. അവരങ്ങ് നീണ്ടങ്ങ് പോയിരിക്കണം, പൊക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നോർമൽ സ്ഥലത്തിനകത്ത് ഇവർ ഉൾക്കൊള്ളത്തില്ല. ഇവിടെ നോക്കി, ലൈറ്റ് റേസ് വരും, ലോങ് സൈറ്റ് ഉള്ള ആൾ ലൈറ്റ് റേസ് വരും, പക്ഷേ മര്യാദയ്ക്ക് റെറ്റിന വരെ എത്തണം. പക്ഷേ ഇവർക്ക് നീളം കൂടുതല. അപ്പോൾ റെറ്റിനയും കഴിഞ്ഞങ്ങ് പുറകെ പോകും. റെറ്റിനയും കഴിഞ്ഞ് എവിടെ ചെയ്യും? അങ്ങ് പുറകിലേക്ക് പോകും. അപ്പോൾ അതാണ് അവസ്ഥ എന്ന് പറയുന്നത് ലോങ് സൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ലോങ് സൈറ്റ് ഉള്ള ഒരാൾക്ക് എന്താണ് പ്രശ്നം? ലോങ് സൈറ്റ് ഉള്ള ഒരാൾക്ക് ലോങ്ങിലുള്ളത് കാണാം, പക്ഷേ അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഭയങ്കര നീളമില്ല. അപ്പോൾ എന്ത് പറ്റും? കണ്ണും കഴിഞ്ഞങ്ങ് പോകും. അപ്പോൾ എന്ത് പറ്റും? ഈ പറഞ്ഞ റെറ്റിനയ്ക്ക് പുറകിലായിരിക്കും ലൈറ്റ് റേസ് വന്ന് ഫോക്കസ് ചെയ്യും. അപ്പോൾ എങ്ങനെ നേരെയാക്കാം? നമുക്ക് കുറച്ചുകൂടി കൺവേർട്ട് ചെയ്യിക്കണം. അപ്പോൾ കണ്ണിനുള്ള ലെൻസ് ഓൾറെഡി കൺവേർട്ട് ചെയ്ത് തികയാത്തത് കൊണ്ടല്ലേ പുറത്ത് കിടക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ലെൻസ് ആയിട്ടുള്ള നമ്മൾ എന്തിനെ കൂടി ഉപയോഗിക്കണം? ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് സൈറ്റ് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് അപ്പോൾ സംഭവിച്ചേ? ഒന്ന്, കണ്ണിൻ്റെ ബോള്, ഏത്? നമ്മുടെ ഐബോൾ. ഈ പറയുന്ന ഐബോൾ എന്ന് പറഞ്ഞത് ഇവിടെ എന്തായി? ഐബോൾ എന്ന് പറഞ്ഞത് എന്തായി? ഷോർട്ടായിപ്പോയി. ഐബോൾ ചെറുതായിപ്പോയി. അതുകൊണ്ടാണ് ലൈറ്റ് റേസ് എന്ത് ചെയ്തത്? കണ്ണും കഴിഞ്ഞ് റെറ്റിനയും കഴിഞ്ഞ് എവിടെ എത്തിയത്? അങ്ങ് പുറകിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? കുറഞ്ഞു. ലെൻസിന്റെ പവർ എന്ത് ചെയ്തു? കുറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുമെന്ന് ചോദിക്കും. ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കി, ചിലപ്പോൾ സെറ്റാവും. കാരണം കൺഫ്യൂഷൻ വരും ഇത് പരീക്ഷ ആളെ ഇരിക്കും. അതിനാണ് ഞാൻ ഇങ്ങനെ കോഡൊക്കെ പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് വരുന്നത് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത് പഠിച്ച സാധനം ഏതാണ്? ഹൈപ്പർ മെട്രോപ്പിയ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതുണ്ടാകുന്നത് ഐബോള് ചെറുതായത് കൊണ്ടോ പവർ മാറിയത് കൊണ്ടോ അല്ല, സീലിയറി മസിൽ വീക്ക് ആയത് കൊണ്ടാണ്. അല്ലെങ്കിൽ സീലിയറി മസിലിന്റെ എഫിഷ്യൻസി കുറഞ്ഞത് കൊണ്ടാണ്. സീലിയറി മസിലുകളുടെ എഫിഷ്യൻസി കുറഞ്ഞത് കൊണ്ടാണ് എന്തുണ്ടായത്? പ്രസ്ബയോപ്പിയ ഉണ്ടാകും. അപ്പോൾ ഓൾഡർ പീപ്പിളിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, പ്രസ്ബയോപ്പിയ ഉണ്ടാകുന്നത് ഓൾഡ് പീപ്പിളിലാണ്. നമ്മുടെ സീലിയറി മസിലുകൾ വീക്ക് ആവുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ബൈഫോക്കൽ ലെൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മളിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഓൾഡ് ഏജ് ഹൈപ്പർ മെട്രോപ്പിയ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഓൾഡ് ഏജ് എന്നോ സീലിയറി മസിൽ എന്നോ കണ്ടാൽ രോഗത്തിൽ പ്രസ്ബയോപ്പിയ എഴുതണം. ഓൾഡ് ഏജ് എന്നോ സീലിയറി മസിൽ വീക്കായോ എന്നോ കണ്ടാൽ പ്രസ്ബയോപ്പിയ എഴുതണം. നേരെ എന്ത് എഴുതരുത്? കണ്ടീഷൻസ് ഒക്കെ ചിലപ്പോൾ ഹൈപ്പർ മെട്രോപ്പിക്ക് സിമിലർ ആയിരിക്കും. പക്ഷേ ഓൾഡ് ഏജ് എന്നോ സീലിയറി മസിലിന്റെ എഫിഷ്യൻസി കുറഞ്ഞെന്നോ കണ്ടാൽ പ്രസ്ബയോപ്പിയ എഴുതിക്കോളും.
തീർന്നു. ലാസ്റ്റ് ടോപ്പിക്കാണ് ലൈറ്റ് പൊല്യൂഷൻ. ആവശ്യത്തിലധികം ലൈറ്റുകൾ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും, അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സിന് എന്ത് പറ്റും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, നമ്മുടെ എക്കോ സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യും, എനർജി വേസ്റ്റ് ചെയ്യും. പറഞ്ഞപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഈ പോയിന്റ് നോക്കി വെക്കണം. ലൈറ്റ് പൊല്യൂഷനൊക്കെ ചിലപ്പോൾ ചോദിക്കാം, കാരണം സാമൂഹിക പ്രതിബദ്ധതയുള്ള സിറ്റിസൺസ് ആയിട്ട് നിങ്ങളെ വളർത്തിയെടുക്കാനുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ടോപ്പിക്കുകളിൽ നിന്നുള്ളൊരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും. അത് ഈ ചാപ്റ്ററിൽ തന്നെ വരുമെന്നില്ല, എങ്കിലും ചാൻസ് ഉണ്ട് ലൈറ്റ് പൊല്യൂഷൻ. അപ്പോൾ ലൈറ്റ് പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ലൈറ്റ് പൊല്യൂഷൻ ഹെഡ്ലൈറ്റുകളിൽ നിന്ന് വന്നാൽ ഓവർ ലൈറ്റ് വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ്, ഈ രാത്രി കാലങ്ങളിലാണ് നമ്മൾ വാന നിരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഈ ആകാശത്ത് ഇങ്ങനെ എപ്പോഴും നമ്മൾ ഈ ബിൽഡിങ്ങിൽ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ സ്കാറ്ററിങ് സംഭവിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. മൈഗ്രേറ്ററി ബേർഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ടവറിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ് അതിനെ മിസ്ലീഡ് ചെയ്യും. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ എക്കോ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. ഈ ചെടികൾക്കൊക്കെ ഒരു ദിനചര്യ ഉണ്ടല്ലോ, ഒരു സൈക്കിൾ ഉണ്ടല്ലോ. അപ്പോൾ ഈ രാത്രി ഇരുട്ടാവണമെന്നാണല്ലോ നമ്മൾ ജന്തുക്കളായാലും മനുഷ്യരായാലും അതിൻ്റെ ഒരു രീതി എന്ന് പറയും, നമ്മൾ അങ്ങനെയല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ അല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സൈക്കിളിനൊക്കെ അത് അഫക്റ്റ് ചെയ്യും. ഇതാണ് സംഭവം, എനർജി വേസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ലൈറ്റ് പൊല്യൂഷൻ വരുന്നത്. തീർന്നു. ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ്? ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്റ്റേറ്റ്മെൻറ്റും റീസൺ. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റഡ്നെസ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് കോൺകേവ് ലെൻസ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. റീസൺ, കോൺകേവ് ലെൻസസ് ഡൈവേർജ് ദ ലൈറ്റ് റേസ് ആൻഡ് ഫോക്കസ് ഓൺ ദ റെറ്റിന. ശരിയല്ലേ? കോൺകേവ് ലെൻസ് എന്താ ചെയ്യുന്നത്? ലൈറ്റിനെ ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഷോർട്ട് ആയിട്ടുള്ളത് കുറച്ചുകൂടി ദൂരെ പോയിട്ട് റെറ്റിനിലെത്തും. സോ സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റാണ് അല്ലേ? സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ കറക്റ്റ്. എക്സ്പ്ലനേഷൻ ആണ് എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരവായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം. An object, a movie projector displays 24 frames per second on the screen. What is the peculiarity of the eye to see moving pictures like a cinema? എന്താണത്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് കാരണം. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പെക്യൂലിയാരിറ്റി ഹെൽപ്പ് ഇൻ ദ പെർസെപ്ഷൻ ഓഫ് മൂവിങ് ഒബ്ജക്ട്. സോ എന്തായിരിക്കും? പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ ഡെഫിനിഷൻ നിങ്ങളോട് എഴുതി വെച്ചാൽ മതി, 2 മാർക്ക് കിട്ടും അല്ലെ? എന്താണ്? 1/16 ഓഫ് എ സെക്കൻഡ് കണ്ടു നിൽക്കും. അപ്പോൾ നമുക്കത് വീണ്ടും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? അത് ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത് 5B ആണ്. 5Bയിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇഫ് 2 പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്, റെഡ് ആൻഡ് ഗ്രീൻ, ഓവർലാപ്പ് ഓൺ എ സ്ക്രീൻ. അപ്പോൾ റെഡും ഗ്രീനും, അപ്പോൾ RGB. വാട്ട് സെക്കൻഡറി കളർ വിൽ ബി ഫോംഡ്? റെഡും ഗ്രീനും കൂടി ഏതാണ്? YMC. അപ്പോൾ ഏതാണ്? യെല്ലോ ആണ് കാണുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം യെല്ലോ കളറാണ് കാണുന്നത്. തീരുന്നില്ല. വിച്ച് ഈസ് ദ കോംപ്ലിമെന്ററി കളർ ഓഫ് ദി സെക്കൻഡറി കളർ? ഈ സെക്കൻഡറി കളറിന്റെ കോംപ്ലിമെന്ററി ഏത്? അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന കളർ ഏതാണത്? അത് ബ്ലൂ ആണ്. ഓക്കെ, ഏതാണത്? അത് ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15 നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദ്യം? എ പ്ലാന്റ് വിത്ത് ഗ്രീൻ ലീവ്സ് ആൻഡ് റെഡ് ഫ്ലവർ ഈസ് കെപ്റ്റ് ഇൻ റെഡ് ലൈറ്റ്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ലീവ്സ് ഉണ്ട്, ഇല അല്ലേ? ഇലയുണ്ട്. ഇല, ലീഫിൻ്റെ കളർ എന്താണ്? ഗ്രീനാണ്. അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു ഫ്ലവർ ഉണ്ട്. എന്തുണ്ട്? ഒരു ഫ്ലവർ ഉണ്ട്. ഫ്ലവറിൻ്റെ കളർ എന്താണ്? റെഡാണ്. ഇത് രണ്ടിനെയും നമ്മൾ വച്ചേക്കുന്നത് എന്തിനാണ്? റെഡ് ലൈറ്റിലാണ്. എന്തിനാണ്? റെഡ് ലൈറ്റിലാണ്. ഈ ചോദ്യം, വാട്ട് വിൽ ബി ദ ഒബ്സർവ്ഡ് കളർ ഓഫ് ദ ലീവ്സ് ആൻഡ് ദ ഫ്ലവർ? ഗീവ് റീസൺ. റെഡ് ലൈറ്റിൽ നമ്മൾ ഗ്രീൻ കാര്യത്തിന് നോക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കാണുന്നത് എന്തായിട്ടായിരിക്കും? ഡാർക്ക് ആയിട്ടായിരിക്കും, കാരണം പ്രൈമറി. റെഡ് ലൈറ്റിൽ റെഡ് ഫ്ലവറിനെ നോക്കുമ്പോൾ അത് എന്തായിട്ട് തന്നെ കാണും? റെഡ് ആയിട്ട് കാണും. അപ്പോൾ ലീഫ് എന്ന് പറയുന്നത് ഡാർക്ക് ആയിട്ട് കാണും, ഫ്ലവർ എന്ന് പറയുന്നത് റെഡ് ആയിട്ട് കാണും. എ പാർട്ടിന് ഉത്തരം കിട്ടും. ഇഫ് എ യെല്ലോ ഫ്ലവർ ഈസ് കെപ്റ്റ് ഇൻ ദ സെയിം ലൈറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലവർ മാറ്റി. ഫ്ലവർ ഇപ്പോൾ ഏതാണ്? യെല്ലോ കളർ ഫ്ലവറാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കളർ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ഒബ്സർവ്ഡ് കളർ വെൻ വ്യൂയിങ് ഇൻ എ റെഡ് ലൈറ്റ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യെല്ലോ ഫ്ലവർ ആണ്. യെല്ലോ ഫ്ലവർ യെല്ലോ നിറത്തിൽ യെല്ലോ ആയിട്ട് കാണും. പിന്നെ 2 ഓപ്ഷൻ ഏതൊക്കെയാണ്? അതിൻ്റെ കമ്പോണൻറ്റുകളായിട്ടുള്ള റെഡും ഗ്രീൻ. അപ്പോൾ റെഡിൽ അത് എന്തായിട്ട് തന്നെ കാണും? റെഡ് ആയിട്ട് തന്നെ കാണും. അപ്പോൾ യെല്ലോ ഫ്ലവർ റെഡ് ലൈറ്റിൽ എന്തായിട്ട് കാണും? റെഡ് ആയിട്ട് കാണും. എന്തായിട്ട് കാണും? റെഡ് ആയിട്ട് കാണും. ഓക്കെ അല്ലേ? സോ മൂന്നാമത്തെ ചോദ്യം അസേർഷൻ റീസൺ ടൈപ്പാണ്. അസേർഷൻ എന്താണ്? സം പീപ്പിൾ ക്യാൻ സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട് ക്ലിയർലി ബട്ട് കനോട്ട് സീ നിയർ ബൈ ഒബ്ജക്ട്സ് ക്ലിയർലി. അതായത് ദൂരെയുള്ളത് കാണാം,
അടുത്തുള്ളത് കാണാൻ പറ്റത്തില്ല. എന്താണത്? അത് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയാണ്. അടുത്ത റീസൺ പറഞ്ഞിട്ടുള്ളത് ദ ഐബോൾ ഓഫ് സച്ച് പേഴ്സൺ ഈസ് ടു ലോങ് വിത്ത് റെസ്പെക്ട് ടു ദ പവർ ഓഫ് ദ ഐലൻഡ്സ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ പറഞ്ഞു ലോങ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നീളം കൂടുതലാണ് അല്ലേ? അപ്പം നീളം കൂടുമ്പോൾ എന്താ പറ്റുന്നത്? നീളം കൂടുമ്പോൾ ഈ പറഞ്ഞ റെറ്റിനെയും കടന്നു പോകുന്നത് കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? അടുത്തുള്ളത് നേരാവണ്ണം കാണാനായിട്ട് പറ്റാത്തത്. ആണോ അല്ലേ? അപ്പോൾ പക്ഷെ ഇവിടെ റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐബോൾ എന്ന് പറഞ്ഞത് ലോങ് ആണ്. പക്ഷെ ആണോ? അല്ല, ഐബോൾ ഷോർട്ടാണ്. അപ്പോൾ ഇവിടെ അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്. അപ്പോൾ അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 7ാമത്തെ ചോദ്യം, ദ കളർ ഓഫ് എ ഷർട്ട്. ഇത്തരം ചോദ്യങ്ങളാണ് എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. എ കളർ ഓഫ് എ ഷർട്ട് സീംസ് ടു ബി ബ്ലൂ ഇൻ സിയാൻ ലൈറ്റ്. അപ്പോൾ സിയാൻ ആണ് ലൈറ്റ്. ഒബ്ജക്റ്റിന്റെ കളർ നമ്മൾ കണ്ടത് എന്തായിട്ടാണ്? ബ്ലൂ ആയിട്ടാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി മജന്ത കളർ വെൻ ഇലൂമിനേറ്റഡ് ബൈ മജന്ത ലൈറ്റ്. മജന്ത കളർ നോക്കിയപ്പോൾ മജന്തയായിട്ട് കണ്ടു. അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. വാട്ട് ഈസ് ഇറ്റ്സ് കളർ ഇൻ ഡേ ലൈറ്റ്? ഗീവ് ദ റീസൺ. നിങ്ങൾ ഇവിടെ ഒന്നും ചിന്തിക്കേണ്ട. ഒരു ഒബ്ജക്റ്റ് ഞാൻ നേരത്തെ പഠിപ്പിച്ച ക്ലാസ് എടുത്തപ്പോഴും ഞാൻ പറയുന്നു, ഒരു ഒബ്ജക്റ്റ് മജന്തയായിട്ട് കാണുന്നത് എപ്പോഴാണ്? അത് വൈറ്റ് ലൈറ്റിലും മജന്തയായിട്ട് കാണും, മജന്ത ലൈറ്റിലും അത് മജന്തയായിട്ട് കാണും. അപ്പോൾ ഒബ്ജക്റ്റിന്റെ നിറം എന്താണ്? മജന്തയാണ്. ഒബ്ജക്റ്റിന്റെ നിറം മജന്തയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അത് സിയാൻ ലൈറ്റിൽ ബ്ലൂ ആയിട്ട് കണ്ടത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ പറഞ്ഞ മജന്ത എന്ന് പറയുന്നതും സിയാൻ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടി RGBYMC നോക്കടാ. മജന്ത എന്ന് പറയുന്നതിനകത്ത് ബ്ലൂവും ഉണ്ട് റെഡും ഉണ്ട്. സിയാൻ എന്ന് പറയുന്നതിനകത്ത് ബ്ലൂവും ഉണ്ട് ഗ്രീനും ഉണ്ട്. അപ്പോൾ മജന്ത ഒബ്ജക്റ്റിനകത്ത് റെഡും അതുപോലെ തന്നെ എന്തുണ്ട്? ബ്ലൂവും ഉണ്ട്. ഈ പറഞ്ഞ റെഡും ബ്ലൂവും ഉടങ്ങുന്ന മജന്ത ലൈറ്റ് നമ്മൾ സിയാനിൽ നോക്കുമ്പോൾ സിയാനകത്ത് എന്തുണ്ട്? ബ്ലൂവും ഗ്രീനും ഉണ്ട്. അപ്പോൾ ബ്ലൂവും ഉള്ളത് കൊണ്ടാണ് ഇത് ബ്ലൂ ആയിട്ട് കണ്ടത്. അപ്പോൾ വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഡേലൈറ്റ് അറിയാൻ നമ്മൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് ഉത്തരം? അപ്പോൾ മജന്ത എന്നതാണ് ഉത്തരം. എന്താണ് ഉത്തരം? മജന്ത കളർ എന്നാണ് ഉത്തരം. അടുത്ത് വാട്ട് ഈസ് ദ കളർ ഇൻ ഡേലൈറ്റ്? അതിൽ മജന്ത. ഗീവ് എ റീസൺ. ഹിയർ ദ മജന്ത ഒബ്ജക്റ്റ് ഈസ് സീൻ as blue in cyan light because in cyan and in magenta blue light is common എന്ന് എഴുതി വെച്ചാൽ മതി. അവിടെ ഉത്തരം കിട്ടും. ഓക്കെ. അടുത്ത് 14 അടുത്ത ചോദ്യം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. 14 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. നെയിം ദ ഫിനോമിനൻ, എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഹാപ്പൻസ്. എന്താണ് ഈ കാണുന്നത്? ഇത് ഡിസ്പേർഷൻ ആണ് ഈ കാണുന്നത്. അത്രേ ഉള്ളൂ ചോദ്യം. 1 മാർക്കും ചോദിച്ചതാണ്, കിട്ടും. അത് 2 മാർക്കും. നെയിം ദ ഫിനോമിനൻ, എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഹാപ്പൻസ് ഉണ്ട്. അപ്പോൾ 2 മാർക്കാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഫിനോമിനൻ? ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഡിസ്പേർഷൻ. അപ്പോൾ എന്താണ് ഡിസ്പേർഷൻ? ഡിസ്പേർഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് എ കോമ്പോസിറ്റ് ലൈറ്റ് അല്ലേ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ഡ്യൂ ടു റിഫ്രാക്ഷൻ എന്ന് എഴുതി വെച്ചാൽ 2 മാർക്ക് ഇവിടെ കിട്ടും. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് വെൻ ദ ഫിനോമിനൻ ഇൻ കോളം P and Q ആർ അപ്രോപ്രിയറ്റ്ലി പെയർഡ്? ഡിസ്പേർഷൻ, സ്കാറ്ററിംഗ്, ടിൻഡൽ എഫക്റ്റ്. റെയിൻബോ ഫോം ചെയ്യുന്നത് നാച്ചുറൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്, സ്കാറ്ററിംഗ് അല്ല. ബ്ലൂ കളർ ഓഫ് ദ സ്കൈ എന്ന് പറയുന്ന സ്കാറ്ററിംഗ് കൊണ്ടാണ്. പാത്ത് ഓഫ് ദ ലൈറ്റ് വിസിബിൾ ആവുന്നത് ടിൻഡൽ എഫക്റ്റ് കൊണ്ടാണ്. അപ്പൊ എയുടെ ഉത്തരം 1 ആണ് വരുന്നത്. എയുടെ ഉത്തരം 1 ആണ് വരുന്നത്. ബിയുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 3 ആണ്. സിയുടെ ഉത്തരം 2 ആണ്. സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം. An opaque object appears green in green light, red in red light and dark in blue light. What is the color of the object in white light? ഒരു ഒബ്ജക്റ്റ് ഗ്രീൻ ആയിട്ട് കണ്ടു, റെഡ് ആയിട്ട് കണ്ടു. അതായത് ആ കളറിൽ എന്തുണ്ട്? റെഡും ഗ്രീനും ഉണ്ട്. റെഡ് ഗ്രീനും ഉണ്ടെങ്കിൽ അത് ഏതാണ്? അത് യെല്ലോ ആണ്. ബിക്കോസ് യെല്ലോ ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് റെഡ് പ്ലസ് ഗ്രീൻ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇൻ വിച്ച് കളർ വിൽ ദിസ് ഒബ്ജക്ട് അപ്പിയർ ഇൻ സിയാൻ ലൈറ്റ്? വൈറ്റ്. ഈ ഒബ്ജക്റ്റ് സിയാനിൽ എന്തായിട്ട് കാണും? അപ്പോൾ നമ്മൾ നോക്കണം സിയാനിൽ എന്തായിട്ട് കാണുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കണം. നമ്മൾ വീണ്ടും എഴുതാൻ പോവുകയാണ്. RGBYMC. നമ്മുടെ ഇപ്പോഴത്തെ കളർ യെല്ലോയിൽ ഏതൊക്കെയുണ്ട്? റെഡും ഗ്രീനും. ഇത് സിയാൻ ലൈറ്റിൽ എന്തായിട്ട് കാണുമെന്ന് ചോദിച്ചാൽ സിയാനിലും യെല്ലോയിലും കോമൺ ആരാണ്? ഗ്രീൻ. അപ്പോൾ എന്തായിട്ട് കാണും? അത് ഗ്രീൻ ആയിട്ട്. അതെന്തായിട്ട് കാണും? അത് ഗ്രീൻ ആയിട്ടായിരിക്കും കാണും. എന്തായിട്ട് കാണും? അത് ഗ്രീൻ ആയിട്ട് കാണും. അടുത്ത ചോദ്യം 8B ആണ്. ഓക്കെ. വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ മജന്ത ഫിൽറ്റർ. വൈറ്റ് ലൈറ്റ് മജന്ത ഫിൽറ്ററിലൂടെ കടത്തി വിട്ടു. അപ്പോൾ മജന്ത ഫിൽറ്ററിലൂടെ ഇരിപ്പുണ്ട്. മജന്ത ഫിൽറ്റർ വന്ന ലൈറ്റ് ഏതാണ്? വൈറ്റ് ലൈറ്റ് ആണ്. മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ മജന്ത കളർ മാത്രമേ കടന്നു പോകത്തുള്ളൂ. ദെൻ യെല്ലോ ഫിൽറ്റർ. അത് കഴിഞ്ഞിട്ട് എന്തിലോട്ട് പോയി? യെല്ലോ ഫിൽറ്ററിലൂടെ കടന്നു പോയി.
പക്ഷെ യെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അത് റെഡ് പ്ലസ് ഗ്രീനാണ്. മജന്തയിലും യെല്ലോയിലും കോമൺ ആയിട്ടുള്ള റെഡ് ഏതാണ്? കളർ ഏതാണ്? മജന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റെഡ് പ്ലസ് ബ്ലൂ ആണ്. അപ്പോൾ ഈ പറഞ്ഞ യെല്ലോയിലും മജന്തയിലും കോമൺ ആയിട്ടുള്ള ആരാണ്? റെഡ്. അപ്പോൾ ഏത് കളർ മാത്രമേ കടന്നു പോകത്തുള്ളൂ? റെഡ് മാത്രമേ കടന്നു പോകത്തുള്ളൂ. ആൻഡ് ഫൈനലി ത്രൂ എ റെഡ് ഫിൽറ്റർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് എന്തിലൂടെ കടന്നുപോയി? ഒരു റെഡ് ഫിൽറ്ററിലൂടെ. റെഡിലൂടെ റെഡ് കടന്നു പോകുമല്ലോ, അപ്പോൾ റെഡ് ഫിൽറ്ററിലൂടെ കടന്നുപോയി. ആൻഡ് പ്രൊജക്റ്റഡ് ഓൺ എ വാൾ. ഇത് എവിടെ പോയി തട്ടി? ഒരു വാളിൽ പോയി തട്ടി. അപ്പോൾ വാളിൽ തട്ടിയ കളർ റെഡ്. ചോദ്യം, വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ലൈറ്റ് പാസ് ത്രൂ ദ മജന്ത ഫിൽറ്റർ? മജന്ത ഫിൽറ്ററിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് ഏതാണ്? അത് മജന്ത. കാരണം എ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് വിൽ ഓൺലി എന്താണ്? പാസ് ദ കളർ ത്രൂ ഇറ്റ്. അതാണ് എൻ്റെ വൈയുടെ ഉത്തരം. വാട്ട് കളർ വിൽ ഫോളോ ഓൺ ദ വൈറ്റ് വാൾ? വൈറ്റ് വാൾ വീഴുന്നത് റെഡ് ആണ്. വൈ? ബിക്കോസ് ദ യെല്ലോ ഫിൽറ്റർ ഓൺലി ട്രാൻസ്മിറ്റ് ഇറ്റ്സ് component color red from magenta and the red filter transfer red, so the color on the wall is red. കിട്ടി. ഓക്കെ അല്ലേ? കിട്ടി. അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ നിയർ പോയിന്റ് ഓഫ് എ ഹെൽത്തി ഹ്യൂമൻ ഐ? ഹെൽത്തി ഹ്യൂമൻ ഐയുടെ നിയർ പോയിന്റ് എത്ര? 25 സെന്റിമീറ്റർ. ഹൗ ഡസ് ദിസ് ഡിസ്റ്റൻസ് ചേഞ്ചസ് ഫ്രം എ പേഴ്സൺ സഫറിംഗ് ഫ്രം പ്രസ്ബയോപ്പിയ? അപ്പോൾ പ്രസ്ബയോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, പ്രസ്ബയോപ്പിയ. അപ്പോൾ എന്തായിരിക്കും? മോർ ദാൻ 25 അല്ലേ? മോർ ദാൻ 25. അതുകൊണ്ടല്ലേ അപ്പന്മാരൊക്കെ എന്ത് ചെയ്യുന്നത്? കുറച്ച് ദൂരം നമ്മളിങ്ങനെ പിടിച്ച് വായിക്കും, അവരിങ്ങനെ വെച്ച് നോക്കാറില്ലേ? അപ്പോൾ മോർ ദാൻ എന്താണ്? 25. അടുത്ത്, ദ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ദം. അപ്പോൾ വയസ്സായ ആൾക്കാരുടെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ലോവർ ആയിരിക്കും അല്ലേ? കുറവായത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് അല്ലേ? അടുത്ത്, എന്താണ് ഡിഫക്റ്റ്? ഇത് റെറ്റിന വരെ എത്തുന്നില്ല. അപ്പോൾ ഏതാണ്? ഷോർട്ട് സൈറ്റ് ആണ് വിഷയം. വെയർ ഈസ് ദ ഫാർ പോയിന്റ് വിഷൻ ഓഫ് സച്ച് എൻ ഇൻഡിവിജ്വൽ വിത്ത് ദിസ് ഡിഫക്റ്റ്? അപ്പോൾ ഷോർട്ട് സൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഷോർട്ട്, മയോപ്പിയ, അടുത്തുള്ളത് കാണാം, ദൂരമുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ദൂരെ ഒരു സാധാരണ ആൾക്ക് ഇൻഫിനിറ്റി വരെ കാണാൻ പറ്റും. അപ്പോൾ മയോപ്പിയ ഉള്ള ഒരാൾക്ക് ഇൻഫിനിറ്റി വരെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ എത്രയായിരിക്കും ഫാർ പോയിന്റ് വിഷൻ? അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഐ ആയിരിക്കും, നോട്ട് ഇൻഫിനിറ്റി. റൈറ്റ് എനി 2 റീസൺസ് ഫോർ ദ ഡിഫക്റ്റ്. എന്തുകൊണ്ടായിരിക്കും? ഐബോൾ വലുതായി അല്ലെങ്കിൽ പവർ കൂടുതലാണ്. ഹൗ ക്യാൻ ദിസ് ഡിഫക്ട് ബി ട്രീറ്റഡ്? ഇതിന് ഓപ്പോസിറ്റ് ലെൻസ് ആയിട്ടുള്ള കോൺകേവ് കൊണ്ട് വെച്ചാൽ നമുക്ക് ഈ ഡിഫക്റ്റ് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒന്നാമത്തെ ചോദ്യമാണ് അല്ലേ? ഒന്നാമത്തെ ചോദ്യം അസേർഷനും അതിൻ്റെ റീസൺ. വെൻ സൺലൈറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ പ്രിസം. സൺലൈറ്റ് പ്രിസത്തിലൂടെ പോയി ദ ഡീവിയേഷൻ ടേക്കിംഗ് പ്ലേസ് ഈസ് നോട്ട് ദ സെയിം ഫോർ ഓൾ ദ കളേഴ്സ്. ഓക്കെ, ശരിയാണ്. റീസൺ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഫോർ ഈച്ച് കളർ അറ്റ് ദ 2 sides ഓഫ് ദ പ്രിസം വിൽ ബി ഡിഫറൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ വേവ് ലെങ്ത്. അത് വേവ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യും. ശരിയാണ്, രണ്ടും ശരിയാണ് അല്ലേ? അപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനും കറക്റ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ നിയർ പോയിന്റ് ഓഫ് ദ ഐ ഓഫ് എ ചൈൽഡ് ഈസ് 34 സെന്റിമീറ്റർ. അപ്പോൾ നിയർ പോയിന്റ് എത്രയല്ല? 25 അല്ല, 34 ആണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫക്ട്? എന്തുകൊണ്ടായിരിക്കും? എന്താ ഡിഫക്റ്റ് എന്താണ്? എടാ, നമ്മളെ നിയർ പോയിന്റ് അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതാണ്? ലോങ് സൈറ്റ്. എന്താണ്? ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ എന്താണ്? മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയാണ് നമ്മുടെ റീസൺ എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇതല്ല എഴുതേണ്ടത് അല്ലേ? എന്താ എഴുതേണ്ടത്? നമുക്ക് എഴുതണം, ഒന്നുകിൽ എന്ത് പറ്റി? ഐബോൾ എന്ന് പറഞ്ഞത് എന്തായി? ഐബോൾ എന്ന് പറഞ്ഞത് ഷോർട്ടായി അല്ലെങ്കിൽ പവർ എന്ന് പറഞ്ഞത് കുറഞ്ഞു. ഐബോൾ എന്ന് പറഞ്ഞത് ഷോർട്ടായി അല്ലെങ്കിൽ പവർ എന്ന് പറഞ്ഞത് കുറഞ്ഞു. റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഏതാ ഉപയോഗിക്കേണ്ടത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, എയും ബിയും ഉണ്ട്. വാട്ട് ഈസ് മെൻ ബൈ പ്രൈമറി കളർ ഓഫ് ലൈറ്റ്? പ്രൈമറി കളർ ആർ ദ കളർ ഫ്രം വിച്ച് അതർ കളേഴ്സ് ആൻഡ് കോമ്പിനേഷൻ ക്യാൻ പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ്. നെയിം എനി 2 പ്രൈമറി കളേഴ്സ്. ഞാൻ റെഡും ഗ്രീനും എഴുതി. വിച്ച് ഈസ് ദ സെക്കൻഡറി കളർ ഫോംഡ് വെൻ ദ പ്രൈമറി കളേഴ്സ് ഓഫ് യു ഹാവ് റിട്ടൺ ആർ കമ്പൈൻഡ്. റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും? യെല്ലോ കിട്ടും. വാട്ട് ഈസ് ദ കോംപ്ലിമെന്ററി കളർ ഓഫ് ദ സെക്കൻഡറി? യെല്ലോയുടെ കോംപ്ലിമെന്ററി ഏതാണ്? ബ്ലൂ ആണ്. ഓക്കെ, കിട്ടി. ഇങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ എഴുതാൻ പറ്റുമല്ലോ, നമുക്ക് സെയിം ടൈപ്പ് ചോദ്യം ചെയ്തിട്ടുണ്ട്. In sunlight, the leaves of a plant in a red colored flower pot appear green and the flower appear yellow. കൺഫ്യൂഷൻ. എന്താ ചോദിച്ചിട്ടുള്ളത്? നോക്കാം. സൂര്യപ്രകാശമാണ്, ഒരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് എന്ത് കളറാണ്? ദ ലീവ്സ് ഓഫ് എ പ്ലാന്റ് കളർ ഏതാണെന്ന് പറയുന്നില്ല. ഓക്കെ, അതിരിക്കുന്നത് എന്തിലാണ്? ഒരു റെഡ് കളർ പോട്ടിലാണ് അല്ലേ? സൺലൈറ്റ്, ദ ലീവ്സ് ഓഫ് എ പ്ലാന്റ്, ലീവ്സ് എന്ന് വെച്ചാൽ ഗ്രീൻ ആയിരിക്കും. പിന്നെ റെഡ് കളേർഡ് ഫ്ലവർ പോട്ട് അപ്പിയർ ഗ്രീൻ ആൻഡ് ദ ഫ്ലവർ അപ്പിയർ യെല്ലോ.
ആൻഡ് ദ ഫ്ലവർ അപ്പിയർ യെല്ലോ. അപ്പോൾ പോട്ടിൻ്റെ കളർ റെഡ്, ലീഫിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും. ഇതിനകത്തൊരു ഫ്ലവർ ഉണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഫ്ലവർ ഉണ്ട്. ഫ്ലവർ എന്തായിട്ടാണ് കണ്ടത്? യെല്ലോ ആയിട്ടാണ് കണ്ടത്. യെല്ലോ ആയിട്ടാണ് കണ്ടത് സൂര്യപ്രകാശത്തിൽ. അപ്പോൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞ കളർ പൂവ്, ചുവപ്പ് കളർ ചട്ടി, പച്ച കളർ ഇല. When observed through a yellow filter, in which color will the leaves and the flower appear? ഇതിനെ ഞാൻ എന്തിലൂടെയാണ് കാണുന്നത്? ഒരു യെല്ലോ ഫിൽറ്ററിലൂടെയാണ് കാണുന്നത്. അപ്പോൾ യെല്ലോ ഫിൽറ്ററിലൂടെ യെല്ലോ ലൈറ്റ് യെല്ലോ ആയിട്ട് തന്നെ കാണും. അപ്പോൾ ഫ്ലവർ യെല്ലോ, ലീവ്സ് ഗ്രീൻ ആണ്. ഗ്രീൻ യെല്ലോ ഫിൽറ്ററിലൂടെ വരുമ്പോഴത്തേക്ക് എന്തായിട്ട് തന്നെ കാണും? ഗ്രീൻ ആയിട്ട് തന്നെ കാണും. കാരണം യെല്ലോക്കകത്ത് ഗ്രീൻ ഉണ്ട്. ഫ്ലവർ അപ്പിയർ. അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ എന്തിൻ്റെയും മതി? ലീഫിൻ്റെയും മതി. അപ്പോൾ ലീഫ് ഗ്രീൻ ആയിട്ട് തന്നെ കാണും, ഫ്ലവർ എന്തായിട്ട് തന്നെ കാണും? യെല്ലോ ആയിട്ട് തന്നെ കാണും. അടുത്ത്, ഇൻ വിച്ച് കളർ ലൈറ്റ് വിൽ ദ ഫ്ലവർ പോട്ട് അപ്പിയർ ഡാർക്ക്? ഇൻ വിച്ച് കളേർഡ് ലൈറ്റ്? ഫ്ലവർ പോട്ട് ഡാർക്കായിട്ട് കാണുന്നത് ഏത് കളറിലായിരിക്കും? ഫ്ലവർ പോട്ട് റെഡ് ആണ്, അത് ഡാർക്കായിട്ട് കാണണമെങ്കിൽ ഏതായിരിക്കും? ഫുള്ള് വായിച്ചു നോക്കാം അല്ലേ. ഇൻ വിച്ച് കളർ ദ ഫ്ലവർ പോട്ട് അപ്പിയർ ഡാർക്ക് ആൻഡ് ദ ലീവ്സ് ആൻഡ് ദ ഫ്ലവർ അപ്പിയർ ഗ്രീൻ. അപ്പോൾ ലീഫും ഫ്ലവറും ഗ്രീനായിട്ടും കാണണം, ഫ്ലവർ പോട്ട് റെഡായിട്ടും കാണണമെങ്കിൽ ഇത് ഏത് കളറിലായിരിക്കണം കാണേണ്ടത്? നമുക്ക് അറിയാം. എന്താണ്? ഗ്രീനായിട്ട് കാണണമെങ്കിൽ ഗ്രീൻ ലൈറ്റ്, യെല്ലോ ഗ്രീനായിട്ട് കാണണമെങ്കിലും ഗ്രീൻ ലൈറ്റ്, റെഡ് ഡാർക്കായിട്ട് കാണണമെങ്കിൽ ഏതാണ്? ഇത് വെച്ച് നോക്കിയാൽ ഗ്രീനാണ്. അപ്പോൾ ഗ്രീനാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഗ്രീൻ ലൈറ്റ് നോക്കുമ്പോൾ ഗ്രീനിൻ്റെ കമ്പോണൻ്റ് ഉള്ള യെല്ലോ ഗ്രീനായിട്ട് തന്നെ കാണും, ഗ്രീൻ ലീഫ് ഗ്രീനായിട്ട് തന്നെ കാണും, റെഡ് പക്ഷേ ഡാർക്കായിട്ട് കാണും. പ്രൈമറിയുടെ കേസ് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, the spectrum obtained on a screen when sunlight passes through a prism is depicted. Which of the following is the correct image? അപ്പോൾ നമുക്കറിയാം, സൂര്യപ്രകാശം വരുമ്പോൾ മുകളിൽ വയലറ്റ് ആണോ? അല്ല. മുകളിൽ ബ്ലൂ ആണോ? അല്ല. മുകളിൽ റെഡ് ആണ്, താഴെ വയലറ്റ് ആണ്. സോ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? The figure shows a plain mirror kept inclined in a trough of water. A spectrum is made by making sunlight fall on the mirror. Okay. What is the reason of the sunlight splitting up into its component colors? Dispersion. Definition എഴുതി വയ്ക്കുക. Which are the phenomena of light that the ray of light falling undergoes? Which phenomena of light? Refraction ആണ് സംഭവിക്കുന്നത്. Dispersion. ഇവിടെ കറക്റ്റ് ഉത്തരം നമുക്ക് അങ്ങനെയല്ലേ വരുന്നത്. വാട്ട് ഇസ് ദ റീസൺ? റീസൺ എന്താണ്? റീസൺ വേണമെങ്കിൽ നമുക്ക് ഡിസ്പേർഷൻ എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? Due to the difference in wavelength of the light, അല്ല difference in wavelength ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത് എഴുതാൻ റീസൺ. ഫിനോമിന ഏതാണ്? അത് ഡിസ്പേർഷൻ എന്ന് എഴുതാം. ഇവിടെ നടക്കുന്നത് റിഫ്രാക്ഷനിലൂടെയാണ് സംഭവിക്കുന്നതെന്നും കൂടെ എഴുതി വെച്ച ഒരു മാർക്ക് കൂടെ കിട്ടും. 10 മാർക്ക്. 10ാമത്തെ ചോദ്യം. അടുത്ത 12ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോളാർ റേഡിയേഷൻസ്. അറേഞ്ച് ദ ഫോളോയിങ് റേഡിയേഷൻ ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദ വേവ് ലെങ്ത്. അപ്പോൾ വേവ് ലെങ്ത് അസെൻഡിങ് ഓർഡറിൽ എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേവ് ലെങ്ത് അസെൻഡിങ് ഓർഡർ എഴുതുമ്പോൾ ആദ്യം വരുന്ന ഏതാണ്? ഗാമാറേ, അത് കഴിഞ്ഞ് വരുന്നതാണ് എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്. റേഡിയോ വേവ് ഉണ്ടോ ഇവിടെ? എക്സ്റേ, ഗാമാറേ, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്. ഇത്ര എഴുതി വെച്ചാൽ മതി. When solar radiation is helpful in which solar radiation is helpful in burning paper? Burning paper എന്ന് വെച്ചാൽ പേപ്പർ ചൂടാക്കാൻ സഹായിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ്. റൈറ്റ് വൺ യൂസ് ഓഫ് അൾട്രാവയലറ്റ്. അൾട്രാവയലറ്റിൻ്റെ ഒരു യൂസ് എന്താണ്? ടു പ്രൊഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി ഇൻ ദ ഹ്യൂമൻ ബോഡി, അല്ലെങ്കിൽ ടു കിൽ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ എഴുതി വെച്ചാൽ നമുക്കവിടെ മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എത്രയാണ്? 2ാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിൽ എന്താ പറഞ്ഞു? കുറേ ചോദ്യം ഉണ്ടോ നോക്കട്ടെ. 3 ചോദ്യം കൂടെ ഉള്ളൂ. 2ാമത്തെ ചോദ്യം, അസേർഷൻ. വൈറ്റ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം സ്പ്ലിറ്റ് ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് കളേഴ്സ്. ആയിക്കോട്ടെ. ദ ഡീവിയേഷൻ ഓഫ് ദ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ദ ലൈറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദെയർ വേവ് ലെങ്ത്. ശരിയാണ്. അസേർഷൻ ട്രൂ ആണ്. റീസൺ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാം. ശരിയല്ലേ? അസേർഷൻ റീസൺ ശരിയാണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആണ് ട്രൂ. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അടുത്ത 7ാമത്തെ ചോദ്യം, when a beam of light passes through a colloidal solution, the path of the light becomes visible. Name the phenomenon. Tyndall effect. Give another occasion of this phenomenon explained in your daily life. എന്തായിരിക്കും? canopy of forest ഞാൻ പറയും. ഓക്കെ. അടുത്ത്, the given figure shows a person observing sun from the earth during the sunrise and sunset. അതുപോലെ afternoon. In which color will the person view the sun? Explain how you arrived at the answer. മോർണിംഗിലും ഈവനിങ്ങിലും റെഡ് ആയിട്ട് കാണും, നൂണിൽ എന്തായിട്ട് കാണും? വൈറ്റ് ആയിട്ട് കാണും. റീസൺ, സൺലൈറ്റ് ഹാസ് ടു ട്രാവൽ ലോങ്ങർ ഡിസ്റ്റൻസ് ഡ്യൂറിങ് മോർണിംഗ് ആൻഡ് ഈവനിങ്. അത് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടും. അടുത്ത് 13ാമത്തെ ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് വിഷൻ ഡിഫക്റ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ? എന്താണ്? പുറത്തോട്ട് പോവുകയാണ്, അപ്പോൾ ലോങ് സൈറ്റ് അല്ലെങ്കിൽ എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയാണ്. എഫക്റ്റ് റെക്ടിഫൈ ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മളൊരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണം.
കമ്പയർ ദ നിയർ പോയിന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോർ ദാൻ 25 ആയിരിക്കും. ഓക്കെ, മോർ ദാൻ 25 ആയിരിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന തരം ചോദ്യമായിരിക്കും ഫൈനൽ എക്സാമിനും വരുന്നത്. അപ്പോൾ നന്നായി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.